Welcome to this session about ASP.NET Core Full Stack Developer Bootcamp at Atrich. Atrich Academy ASP.NET Core Full Stack Developer Integrated Bootcamp. ഈ പേരിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ഈ പ്രോഗ്രാം ഇപ്പോൾ ക്ലൗഡ് നേറ്റീവ് ASP.NET Core Full Stack Developer Integrated Bootcamp എന്നുള്ള പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ക്ലൗഡ് നേറ്റീവ് ആയിട്ടുള്ള ക്ലൗഡിലേക്ക് വേണ്ടിയുള്ള, പ്രത്യേകിച്ചും അഷ്യൂർ ക്ലൗഡിലേക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടി, അതിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്ലൗഡ് നേറ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് പ്രോഗ്രാം ട്രെയിനിങ് ആണ് ഈ ഇന്റഗ്രേറ്റഡ് ബൂട്ട് ക്യാമ്പ്. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ASP.NET Core Full Stack Developer Integrated Bootcampന്റെ ബ്രോഷറാണ്. അപ്പൊ ഈ ബ്രോഷറിന്റെ ഒരു വാക്ക് ത്രൂ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പ്രോഗ്രാം ഓവർവ്യൂ. എന്താണ് ഒരു ഹൈ ലെവൽ ഓവർവ്യൂ ഓഫ് ദിസ് ട്രെയിനിങ് പ്രോഗ്രാം? ASP.NET Core Full Stack Developer Program എന്ന് പറയുന്നത് അതൊരു വളരെ കോംപ്രഹെൻസീവായ ട്രെയിനിങ് ബൂട്ട് ക്യാമ്പാണ്. ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ്. അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു തുടക്കക്കാരായ ഒരു ആസ്പയറിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അത് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളായിക്കോട്ടെ, IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളായാലും നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരായാലും ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു കാൻഡിഡേറ്റ് ആയാലും, അതുകൂടാതെ പ്രീവിയസ് പ്രോഗ്രാമിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ തീരെ പ്രീവിയസ് പ്രോഗ്രാമിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്, ഈ കാൻഡിഡേറ്റ് അങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റിനെ ഒരു തറോ ആയ കോംപ്രഹെൻസീവ് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഒരു എക്സ്പേർട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അതും മൈക്രോസോഫ്റ്റിന്റെ, ലോകത്തെ ഏറ്റവും വലിയ IT സർവീസ് പ്രൊവൈഡേഴ്സിൽ ഒന്നായ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കട്ടിംഗ് എഡ്ജ് ആയ വെബ് ടെക്നോളജീസിലെ പ്രൊഫഷൻ്റ് ആയ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ വെബ് ഡെവലപ്മെന്റ് ഫണ്ടമെന്റൽസ് മുതൽ, വെബ് ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള പാഠങ്ങൾ എന്താണ്, അതിന്റെ കോൺസെപ്റ്റ്സ് എന്താണ്, അത് മുതൽ അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് വരെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന, അതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ASP.NET Core MVC എന്ന് പറയുന്ന വെബ് ഡെവലപ്മെന്റിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രെയിംവർക്ക്, അതുപോലെ RESTful APIs, REST വെബ് സർവീസസ് ബേസ്ഡ് ആയിട്ടുള്ള APIs, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടെക്നോളജീസ്, അതുകൂടാതെ ക്ലയന്റ് സൈഡ് ടെക്നോളജീസ്, അതെല്ലാമാണ് നമ്മൾ അതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് സ്കിൽസ് ആണ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ കാൻഡിഡേറ്റ്സ് അക്വയർ ചെയ്യുന്നു. ഈ സ്കിൽസ് അക്വയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഈ ഇൻഡസ്ട്രിയിൽ, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഹ്യൂജ് ഡിമാൻഡ് ആണ് എന്നുള്ളത്. അപ്പൊ ആ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ടാലന്റ് ബിൽഡിങ്ങിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണത്. ഈ ടെക്നോളജി കൂടാതെ തന്നെ ഈ അജൈൽ മെത്തഡോളജീസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ മോഡേൺ കമ്പനികളിൽ, മോഡേൺ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടീമുകളിൽ ഏറ്റവും പ്രാഥമികമായി ഉപയോഗിക്കുന്ന അവരുടെ ഡെയിലി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടാസ്കുകളും പ്രോജക്ട് മാനേജ്മെന്റ് ടാസ്കുകളും ഏറ്റവും എഫക്റ്റീവായി, ഏറ്റവും ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി, ഏറ്റവും പ്രൊഡക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി, അവരുടെ ടീമുകളെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആക്കുന്നതിന് വേണ്ടിയുള്ള അജൈൽ മെത്തഡോളജീസ്, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വരുന്നതാണ്. ഈ അജൈൽ മെത്തഡോളജീസ് ഉപയോഗപ്പെടുത്തി ഏറ്റവും നന്നായി ടീം വർക്ക് ഡെവലപ്പ് ചെയ്യുകയും ടീം സ്കിൽസ് ഈ കാൻഡിഡേറ്റിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസും, ഈ ടെക്നോളജി സ്കിൽസിന്റെ കൂടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസും ടീം സ്കിൽസും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ മെത്തേഡുകളും ടെക്നിക്സും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇതിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ കാൻഡിഡേറ്റ്സിനെ, ഈ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ബൂട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ടോപ്പ് ടയർ സോഫ്റ്റ്വെയർ കമ്പനീസിലേക്ക്, ലോകത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് ടയർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക്, അവരുടെ ടീമുകളിലേക്ക്
ഏറ്റവും നല്ല കട്ടിംഗ് എഡ്ജ് പ്രോജക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി പാകപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിന്റെ അവസാനത്തിൽ ഈ കാൻഡിഡേറ്റ്സിന് ഏറ്റവും ഇൻഡസ്ട്രിയിൽ ഏറ്റവും സോട്ട് ആഫ്റ്റർ ആയ ഏറ്റവും അധികം ഡിമാൻഡുള്ള സ്കില്ലുകളും അതുപോലെ തന്നെ ഏറ്റവും നല്ല കോമ്പറ്റീറ്റീവ് എഡ്ജുകളും കൊടുക്കുന്ന ജോബ് മാർക്കറ്റിൽ ഒരു കോമ്പറ്റീവ് എഡ്ജ് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ അവസാനം ഏറ്റവും എഫിഷ്യന്റ് ആയ ഏറ്റവും നല്ല കമ്പനികളാൽ ഹയർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ട സ്കില്ലുകൾ ഉള്ള ഒരു കാൻഡിഡേറ്റ് ആയി ഒരു വളരെ നല്ല ഇൻഡസ്ട്രി റെഡി കാൻഡിഡേറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ അൾട്ടിമേറ്റ് എയിം. ഈ ബ്രോഷറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബ്രോഷറിന് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം തന്നെ ഒരു പ്രോഗ്രാമിന്റെ ഒരു സമ്മറി നമ്മൾ പറയും, സമ്മറി എക്സ്പ്ലെയിൻ ചെയ്യും. അതുകൂടാതെ ASP.NET കോർ എന്ന് പറയുന്ന ആ ക്രിട്ടിക്കൽ ടെക്നോളജി എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ഉണ്ടായിരിക്കും. അതുകൂടാതെ എന്തുകൊണ്ട് ASP.NET കോർ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ കരിയർ, എന്തുകൊണ്ട് ഒരു കാൻഡിഡേറ്റ് ഈ കരിയർ തിരഞ്ഞെടുക്കണം, അതിന്റെ സാധ്യതകൾ എന്തെല്ലാമാണ്, അതാണ് അടുത്തൊരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഈ എട്രിച്ച് അക്കാഡമിയിൽ എന്തുകൊണ്ട് ഈ ASP.NET കോർ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ പ്രോഗ്രാം, അത് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയും ഇത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്, എട്രിച്ച് അക്കാഡമിയിൽ എന്തുകൊണ്ട് ചെയ്യണം, അതാണ് അടുത്ത പോയിന്റ്. പിന്നെ അടുത്തതായി ഈ ASP.NET കോർ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ പ്രോഗ്രാം അതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, അതിന്റെ ഫ്ലോ എന്താണ്, അതാണ് അടുത്ത പോയിന്റ്. പിന്നെ ഇതിൽ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾ എല്ലാവരും പഠിക്കുന്ന ഈ കാൻഡിഡേറ്റ്സ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന എന്തെല്ലാം ടെക്നോളജീസ് ആണുള്ളത്, എന്തെല്ലാം ഫ്രെയിംവർക്കുകളാണ് ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തത്. അടുത്തതായി നിങ്ങൾ ഏതെല്ലാം കൈൻഡ് ഓഫ് ജോബുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഫഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെസിഫിക് ഏരിയാസ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നിങ്ങൾ പഠിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെല്ലാമാണ് ഈ പ്രോഗ്രാമിൽ ഓവറോൾ പഠിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു റീക്യാപ്പാണ് അടുത്ത സെക്ഷൻ. ഇനി അടുത്തതായി ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നത്, ഈ പ്രോഗ്രാം ഏകദേശം ഇത് പല ഘട്ടങ്ങളിലായിട്ടാണ് അല്ലെങ്കിൽ പല ഡ്യൂറേഷൻ ലെങ്തിലുള്ള വേരിയേഷൻസ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. അതായത് ഇതിന്റെ ഒരു ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഇതിൽ എവിടെ വെച്ച് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, അതിനനുസരിച്ച് അവരുടെ കരിയർ ഗ്രോത്ത് മാറും. അപ്പോൾ ഈ ഡ്യൂറേഷനിലെല്ലാം ഈ കാൻഡിഡേറ്റ്സ് ഓൺ എ ഡെയിലി ബേസിസ് എവറി ഡേ എന്തെല്ലാമാണ് ഈ കാൻഡിഡേറ്റ്സ് ചെയ്യുക, ഒരു ടീമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, അവരുടെ ഡെയിലി ലൈഫ് എങ്ങനെയായിരിക്കും, അതാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ നിങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്കില്ലുകളുണ്ട്, ഇപ്പൊ ടെക്നിക്കൽ സ്കിൽസ് കൂടാതെ മറ്റുള്ള എന്തെല്ലാം സ്കിൽസ് ആണ് ഇതിൽ ഏൺ ചെയ്യുന്നത്. പിന്നെ പ്രോഗ്രാമിന്റെ ഒരു സിലബസ് ഔട്ട്ലൈൻ അതെങ്ങനെയാണ്, പിന്നെ വൈ എട്രിച്ച് അക്കാഡമി, എന്തുകൊണ്ട് എട്രിച്ച് അക്കാഡമി, ഇതിന് എലിജിബിലിറ്റി എന്താണ്, ഇതിൽ ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം, ആർക്കെല്ലാം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം എന്നതാണ് അടുത്തത്. പിന്നെ ഇതിനു വേണ്ടി പ്ലേസ്മെന്റ് സപ്പോർട്ട്, എന്തെല്ലാം പ്ലേസ്മെന്റ് സപ്പോർട്ടാണ് കൊടുക്കുന്നത്, ഇതിന്റെ പ്രോഗ്രാം ഡ്യൂറേഷൻ എത്രയാണ്, ഫീസ്, മോഡ് ഓഫ് ഡെലിവറി, ഇതെല്ലാമാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സമ്മറി. പ്രോഗ്രാം സമ്മറി എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ASP.NET കോർ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് ട്രെയിനിങ് പ്രോഗ്രാം. ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും ട്രെയിനിങ്ങും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിയൽ വേൾഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ഒരു ടീമിൽ വർക്ക് ചെയ്യുന്ന അതേ എക്സ്പീരിയൻസോടുകൂടി അതേസമയം തന്നെ ആ പ്രൊജക്റ്റിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ട, അതിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ട എല്ലാ സ്കില്ലുകളും ഒരു മെന്റർഷിപ്പോട് കൂടി നേടുന്നതിന് വേണ്ടിയുള്ള ഒരു ഇന്റഗ്രേറ്റഡ്, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണത്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും ട്രെയിനിങ്ങും ഏറ്റവും നന്നായി ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു മെന്റർഷിപ്പോട് കൂടി കൊടുക്കുന്ന ഒരു ബൂട്ട് ക്യാമ്പാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇന്റഗ്രേറ്റഡ് ട്രെയിനിങ് ബൂട്ട് ക്യാമ്പ് എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ബിഗിനേഴ്സായ തുടക്കക്കാരായ കാൻഡിഡേറ്റ്സിന് എക്സ്പേർട്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള 4-5 വർഷം എക്സ്പീരിയൻസ് ഉള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്, അതും വളരെ മെച്യൂർഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കമ്പനികളിൽ പ്രോഡക്റ്റ് ടീമുകളിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് ഇൻജെക്ട് ചെയ്യുന്ന, അത് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ASP.NET കോർ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ബൂട്ട് ക്യാമ്പ് എന്ന് പറയുന്നത്. അത് ഏതെല്ലാം സ്കില്ലുകളാണ് ഈ കാൻഡിഡേറ്റ്സിന് കിട്ടുന്നത്. നമ്മൾ ഇതിലൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഈ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ തന്നെ
കട്ടിംഗ് എഡ്ജ് ആയ ക്ലൗഡ് നേറ്റീവ് ആയിട്ടുള്ള ക്ലൗഡിലേക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന സ്കിൽസ് ആണ് ഇതിൽ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം കഴിയുന്നവർക്ക് മൈക്രോസോഫ്റ്റിന്റെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ഏരിയകളുണ്ട്. വളരെ ഹൈ പ്രൊഫൈലായ എലൈറ്റ് ആയിട്ടുള്ള ചില കരിയേഴ്സ് ഉണ്ട്. അതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ അഷ്യൂർ ക്ലൗഡ്, മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡായ ഇന്ന് ലോകത്ത് ഏറ്റവും മികച്ചതിൽ രണ്ടാമത്തേത്, ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ ഏറ്റവും നമ്പർ 1 നിൽക്കുന്നത് ആമസോൺ ക്ലൗഡാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മൈക്രോസോഫ്റ്റ് അഷ്യൂർ ക്ലൗഡിന്റെ എഞ്ചിനീയറോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റോ ആകാവുന്ന ആ ഒരു കരിയറിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു സ്റ്റേജ് ആണ്, ആ ഒരു ഫൗണ്ടേഷൻ ആണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം. രണ്ടാമതായി മൈക്രോസോഫ്റ്റിന്റെ പവർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ നോ കോഡ് പ്ലാറ്റ്ഫോം ആണ് പവർ പ്ലാറ്റ്ഫോം. ഇത് എന്റർപ്രൈസ് കമ്പനികളിൽ ചുരുങ്ങിയത് 1000 എംപ്ലോയീസ് എങ്കിലുമുള്ള വളരെ ഹൈ നെറ്റ്വർത്ത് ഉള്ള ഹൈ റവന്യൂ ഉള്ള കമ്പനികളിൽ മാത്രം ഉപയോഗിക്കുന്ന, മൈക്രോസോഫ്റ്റിൻ്റെതായിട്ടുള്ള സോഫ്റ്റ്വെയർസ് മാത്രം ഉപയോഗിക്കുന്ന, മൈക്രോസോഫ്റ്റ് ഹൗസസിൽ ഉപയോഗിക്കുന്ന അവരുടെ ഇന്റേണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ ഇന്റേണൽ സിസ്റ്റംസ്, ഒരുപാട് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യേണ്ട അങ്ങനത്തെ കമ്പനികൾ, അങ്ങനെയുള്ള കമ്പനികളിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോ കോഡ് നോ കോഡ് പ്ലാറ്റ്ഫോം ആയ മൈക്രോസോഫ്റ്റ് പവർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന അതിലേക്ക് കയറാൻ ഈ മൈക്രോസോഫ്റ്റ് പവർ പ്ലാറ്റ്ഫോം പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് ഹൈലി പെയ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് പ്രൊഫഷണൽസ് ഇൻ ദ ഇൻഡസ്ട്രിയിലെ ഏറ്റവും റെസ്പെക്റ്റഡ് ആയ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഗ്രൂപ്പാണ്, ഒരു എലീറ്റ് ക്രീഡാണ്. അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പടിയാണ് ഈ ASP.NET കോർ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്ന സ്കിൽ. അതുകൂടാതെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ ERP ആൻഡ് CRM സ്യൂട്ട് ആയ മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് 365 എന്ന് പറയുന്ന അത് മറ്റൊരു മൈക്രോസോഫ്റ്റിന്റെ തന്നെ വേൾഡിൽ തന്നെ ഏറ്റവും മികച്ച ERP CRM എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ആണ് ERP. CRM എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഇത് ഏറ്റവും മികച്ച ബിസിനസ് കമ്പനികളുടെ അവരുടെ ബിസിനസ്സുകളെ ഇന്റേണലിയും അവരുടെ കസ്റ്റമറുടെ മാർക്കറ്റിലും ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സിസ്റ്റംസ് ആണ് ERP ആൻഡ് CRM സ്വീറ്റ്. ഈ സ്വീറ്റായ ഡൈനാമിക്സ് 365 എന്ന് പറയുന്ന ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് പ്രോഡക്റ്റ് ആണ്. അതിന്റെ പ്രൊഫഷണലായി മാറാൻ കഴിയുന്ന, അതിലേക്ക് ജമ്പ് ചെയ്യാൻ സാധിക്കുന്ന, അതിന് വേണ്ട ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷണൽ സ്കില്ലാണ് ASP.NET കോർ എന്ന് പറയുന്ന സ്കിൽ. അപ്പോൾ ഈ സ്കില്ലുകളെല്ലാം ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫൗണ്ടേഷണൽ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ നിങ്ങൾ വെബ് ഡെവലപ്മെന്റിന്റെ മൈക്രോസോഫ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് വെബ് ഡെവലപ്മെന്റ് നടത്തുന്നതിന്റെ ഇൻ ആൻഡ് ഔട്ട്, അതിന്റെ എല്ലാ വശങ്ങളും നിങ്ങൾ പഠിക്കുകയും അതുകൂടാതെ ഈ വെബിന്റെ ഫൗണ്ടേഷണൽ സ്ട്രക്ചർ അതിനെക്കുറിച്ചുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ക്ലിയർ ആയിട്ടുള്ള ഒരു അവബോധം നേടുകയും മൈക്രോസോഫ്റ്റിന്റെ ASP.NET കോർ MVC എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ വെബ് ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക്, MVC എന്ന് പറയുന്നത് മോഡൽ വ്യൂ കൺട്രോളർ, അതൊരു ഫ്രെയിംവർക്കാണ്. അത് ASP.NET കോർ എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയാണ്. ഈ ടെക്നോളജിയും ഫ്രെയിംവർക്കും കൂടിയിട്ടുള്ള ഈ കോമ്പിനേഷനിൽ ASP.NET കോർ MVC ഉപയോഗിച്ച് സ്കെയിലബിൾ ആയിട്ടുള്ള ക്ലൗഡ് നേറ്റീവ് ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ട എല്ലാ സ്കില്ലുകളും, അതുകൂടാതെ വെബ് APIs എന്ന് പറയുന്ന റെസ്റ്റ്ഫുൾ APIs, അതായത് മൊബൈൽ ആപ്ലിക്കേഷനിലും മോഡേൺ വെബ് ആപ്ലിക്കേഷനിലും ഉപയോഗിക്കുന്ന വെബിൽ നിന്നും ഡാറ്റ സപ്ലൈ ചെയ്യുന്ന എൻഡ് പോയിന്റുകളാണ് വെബ് APIs. ഇത് REST API എന്ന് പറയും. അതുപോലെ റെസ്റ്റ്ഫുൾ വെബ് സർവീസസ് എന്ന് പറയും. ഇതിന് കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ് വെബ് APIs. ഇതുപോലുള്ള വെബ് APIs യൂസിങ് റെസ്റ്റ്ഫുൾ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെബ് സർവീസസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് വെബ് APIs. ഇത് ഡെവലപ്പ് ചെയ്യുന്നതും ASP.NET കോർ എന്ന് പറയുന്ന ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള സ്കിൽ നേടുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. അതുകൂടാതെ നിങ്ങൾ ക്ലയന്റ് സൈഡ് വെബ് ടെക്നോളജീസ് ആയ ഫണ്ടമെന്റൽ വെബ് ബിൽഡിംഗ് ബ്ലോക്സ് ആയ HTML, CSS, JavaScript, Bootstrap എന്ന് പറയുന്ന ഫൗണ്ടേഷണൽ വെബ് ടെക്നോളജീസ് ഉണ്ട്. ഇനി വെബിലെ തന്നെ ഫ്രണ്ട് എൻഡ് അല്ലെങ്കിൽ ക്ലയന്റ് സൈഡ് എന്ന് പറയുന്നതും ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ക്ലയന്റ് സൈഡ് വെബ് ടെക്നോളജീസ് അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് വെബ് ടെക്നോളജീസ് ആയ അതിലെ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ആംഗുലാർ.
ആംഗുലാറിന്റെ സെയിം കാറ്റഗറിയിൽ വരുന്നതാണ് ആംഗുലാർ, റിയാക്ട്, വ്യൂ ജെഎസ് എന്നൊക്കെ പറഞ്ഞത്. അതിൽ ആംഗുലാർ ആണ് നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ ഒരു പവർഫുൾ കോമ്പിനേഷൻ ആണ്. അതായത് ഫ്രണ്ട് എൻഡിൽ ഈ ഫൗണ്ടേഷണൽ വെബ് ടെക്നോളജീസും ആംഗുലാറും, ബാക്ക് എൻഡിൽ ASP.NET കോർ എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബിഗ് സ്റ്റാക്ക്, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഇനി വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചെയ്യുകയും അതോടൊപ്പം ബാക്ക് എൻഡിൽ പ്രോഗ്രാമിങ്ങിന് വേണ്ടി C# എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഈ C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ഈ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഈ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഏറ്റവും അധികം ഇന്ന് ഡിമാൻഡുള്ള, മൈക്രോസോഫ്റ്റിന്റെ വേൾഡിൽ ഏറ്റവും അധികം ഡിമാൻഡുള്ള, ഒരുപാട് വേക്കൻസീസ് ഉള്ള, ഒരുപാട് സാലറി ഉള്ള പൊസിഷൻസ് ആണ് ഈ ഒരു സ്കിൽ സെറ്റ് നിങ്ങൾക്ക് ഓഫർ ചെയ്യും. അതുകൂടാതെ ഈ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഡാറ്റാബേസസ്, നിങ്ങൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡാറ്റാബേസ് ടെക്നോളജികളും ഡാറ്റാബേസ് ഫണ്ടമെന്റൽസും, അതുകൂടാതെ ഡാറ്റ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി ASP.NET കോർ ആപ്ലിക്കേഷനിൽ നിന്ന് ബാക്കൻഡ് ടെക്നോളജി ആയ ASP.NET കോർ ടെക്നോളജിയിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ ആക്സസിനെ ഏറ്റവും എളുപ്പമാക്കുകയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ അധികം ഡാറ്റ ആക്സസ് ടെക്നിക്സ് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു പവർഫുൾ ഫ്രെയിംവർക്കാണ് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോർ എന്ന് പറയുന്നത്. ഇത് ഡാറ്റ പെർസിസ്റ്റ് ചെയ്യുന്നതിനും ഡാറ്റ സേവ് ചെയ്യുന്നതിനും റീഡ് ചെയ്യുന്നതിനും അതുപോലെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ മോഡലുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്കില്ലും ഡാറ്റാബേസ് കോൺസെപ്റ്റ്സും നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾ പഠിക്കുന്ന മറ്റൊരു ഈ ബാക്കെൻഡിലുള്ള മറ്റൊരു സ്കിൽ സെറ്റാണ് മിഡിൽ വെയർ ആൻഡ് സർവീസസ്. ബാക്കെൻഡിൽ ബിസിനസ് ലോജിക് എഴുതുന്നതിന് വേണ്ട മിഡിൽ വെയർ, അതോടൊപ്പം തന്നെ അതുപോലെ ബിസിനസ് സർവീസസ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടെക്നോളജികളും അല്ലെങ്കിൽ അതിനുവേണ്ട സ്കിൽ സെറ്റ് നിങ്ങൾ ഗെയിൻ ചെയ്യുന്നതാണ്. അടുത്തതായി ഓതന്റിക്കേഷൻ ആൻഡ് ഓത്തറൈസേഷൻ കോൺസെപ്റ്റ്സ്. ഓതന്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ എന്ന് പറയുന്നത് സെക്യൂരിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത് ഓതന്റിക്കേഷൻ ആണ്. ഒരു ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യുന്നത് യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ടോ OTP വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടോ ഓതന്റിക്കേറ്റ് ചെയ്യുന്നത്, അത് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു മെത്തഡോളജിയാണ്. അതാണ് ഓതന്റിക്കേഷൻ. ഓത്തറൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെല്ലാം റോളുകൾ ഉണ്ട്, നിങ്ങൾ ഒരു മാനേജർ ആണോ, ഒരു സാധാരണ എംപ്ലോയി ആണോ? മാനേജർ ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിലേക്കുള്ള ആക്സസ് ഉണ്ടായിരുന്നു. ഒരു സാധാരണ ഒരു എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിലേക്കുള്ള ഇതായിരിക്കും ഉണ്ടാവുക. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഒരു പക്ഷെ നിങ്ങൾക്ക് കാണാൻ ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇത് കൺട്രോൾ ചെയ്യുന്ന റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോളിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഓത്തറൈസേഷൻ. ഈ വക കോൺസെപ്റ്റ്സുകൾ നിങ്ങൾ മാസ്റ്റർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ടെസ്റ്റിംഗ് ആൻഡ് ഡിപ്ലോയ്മെന്റ് ബെസ്റ്റ് പ്രാക്ടീസസ്, നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ടെസ്റ്റ് ചെയ്യാനും ഓട്ടോമേറ്റഡ് ആയിട്ട് ഫ്രെയിംവർക്കുകൾ അല്ലെങ്കിൽ ടൂളുകൾ ഉപയോഗിച്ച് ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ് മെത്തഡോളജി ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നതിനും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിപ്ലോയ്മെന്റ് ടെക്നിക്സ് ഉപയോഗിച്ച് ടൂളുകളും ടെക്നിക്സും ഉപയോഗിച്ചിട്ട് ഡിപ്ലോയ് ചെയ്യാൻ, അതും അഷ്യൂർ ക്ലൗഡിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ ടെക്നിക്കുകളും അല്ലെങ്കിൽ അതിന് വേണ്ട എല്ലാ സ്കില്ലുകളും നിങ്ങൾ ഇതിലൂടെ ഗെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ ഇതെല്ലാമാണ് ഒരു ഹൈ ലെവൽ. അതുകൂടാതെ ഇനി വെബ് ഡെവലപ്മെന്റ് ടെക്നോളജികൾ കൂടാതെ നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ, അതും അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സസ് നിങ്ങൾ പഠിക്കും ഇതിന്റെ കൂടെ. കാരണം നിങ്ങൾക്ക് ടെക്നോളജി മാത്രമല്ല, ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സും ടെക്നിക്സും നിങ്ങൾക്കറിയാം. അതെന്തെല്ലാമാണ് നമ്മൾ പതിയെ സംസാരിക്കുന്നത്. അതും ഒരു ടീമിൽ, നിങ്ങളൊരു ടീമിലായിരിക്കും വർക്ക് ചെയ്യുക. അത് നിങ്ങൾ ഏതൊരു കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ വലുതോ ചെറുതുമായിട്ടുള്ള ചിലപ്പോൾ 5, 10, 20, 50 പേരുള്ള ടീമുകളിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു ടീം സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ ടീം സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന്, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി വലിയ കമ്പനികൾ അല്ലെങ്കിൽ ഈ മെച്യൂർഡ് ആയിട്ടുള്ള കമ്പനികൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് എജൈൽ മെത്തഡോളജീസ്. ഈ എജൈൽ മെത്തഡോളജീസിലെ സ്ക്രം, XP ആൻഡ് കാൻബാൻ എന്ന് പറയുന്ന 3 പ്രൈമറി മെത്തഡോളജികളുണ്ട്. ഈ മെത്തഡോളജികളിലെ പ്രാക്ടീസസ് ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ ബൂട്ട് ക്യാമ്പിൽ ത്രൂ ഔട്ട്, തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്, നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ എക്സ്പീരിയൻസ് ഈ അജൈൽ മെത്തഡോളജീസ് ഉപയോഗിച്ച്, അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിച്ച് ടീം സ്കില്ലോടുകൂടി നിങ്ങൾ ഡെയിലി ബേസിൽ ഈ പ്രോജക്റ്റും മറ്റും ഡെവലപ്പ് ചെയ്ത്, ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് ഈ ലേണിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾ പോകുമ്പോൾ
നിങ്ങളറിയാതെ നിങ്ങളെ ഒരു ഹൈലി പ്രൊഡക്റ്റീവായ, ഒരുപാട് എഫിഷ്യന്റ് ആയ, മെച്ചുവേർഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയും നിങ്ങൾക്ക് വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പ് ടിയർ സോഫ്റ്റ്വെയർ കമ്പനികളിൽ ലീഡർഷിപ്പ് പൊസിഷൻസും ലീഡർഷിപ്പ് റോളുകളും കൈകാര്യം ചെയ്യുന്ന ആ സ്കിൽ സെറ്റ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നതാണ്. അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം. നിങ്ങളൊരു ടിയർ 1 സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആക്കി മാറ്റുക എന്നുള്ള ഒരു എയിമാണുള്ളത്. അപ്പൊ അതിനുവേണ്ടി അതിനുവേണ്ട എല്ലാ എലമെന്റ്സും ആഡ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ക്ലൗഡ് നേറ്റീവ് ASP.NET Core ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ബൂട്ട് ക്യാമ്പ്. ഇനി നമുക്ക് ASP.NET Core എന്ന് പറയുന്ന ടെക്നോളജി എന്താണെന്ന് നോക്കാം. ASP.NET Core എന്ന് പറയുന്നത് is a cross platform high performance open source framework from Microsoft for building modern cloud enabled interconnected apps. ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇത് മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസിൽ മാത്രമല്ല, ലിനക്സിലും യൂണിക്സിലും മാക് OSലും അതുപോലെ ഏറ്റവും പോപ്പുലർ ആയ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന, എല്ലാ പ്ലാറ്റ്ഫോംസിലും വർക്ക് ചെയ്യുന്ന ക്രോസ് പ്ലാറ്റ്ഫോം ഫ്രെയിംവർക്കാണ്. അതോടൊപ്പം ഹൈ പെർഫോമൻസ് ആണ്. ഈ ഹൈ പെർഫോമൻസിന്റെ ഏറ്റവും പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മോഡേൺ ആപ്ലിക്കേഷൻസ് എല്ലാം ക്ലൗഡിൽ ഡിപ്ലോയ് ചെയ്യുന്നതാണ്. ക്ലൗഡിൽ ഡിപ്ലോയ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് ഹൈ പെർഫോമൻസ് ആയിരിക്കും. കാരണം ക്ലൗഡ് ആപ്ലിക്കേഷൻസ് ചിലപ്പോൾ ആദ്യം ഒരു 10 യൂസേഴ്സ് കൺകറന്റ് യൂസേഴ്സിൽ നിന്ന് 1 മില്യൺ യൂസേഴ്സിലേക്ക് പോകുന്നതിന് വേണ്ടി അധികം സമയം എടുക്കേണ്ടി വരില്ല. കാരണം പീക്ക് അവേഴ്സിൽ പെർ സെക്കൻഡ് ചിലപ്പോൾ 1000-കണക്കിനോ 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ കൺകറന്റ് യൂസേഴ്സ് ആക്സസ് ചെയ്യുന്ന സിസ്റ്റംസ് ആണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് ആ ഹൈ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ASP.NET Core എന്ന് പറയുന്ന ഫ്രെയിംവർക്ക്. ഇത് ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത് ഇത് മൈക്രോസോഫ്റ്റ് എഞ്ചിനീയേഴ്സും കൂടെ ഡെവലപ്പ് ചെയ്താണെങ്കിലും ഇത് ഫ്രീ ആയിട്ട് ഓപ്പൺ സോഴ്സ് ആയിട്ട് സോഴ്സ് ഓപ്പൺ ആക്കിയിട്ട് കമ്മ്യൂണിറ്റി സപ്പോർട്ടോട് കൂടി ഡെവലപ്പ് ചെയ്ത് വരുന്ന വളരെയധികം ഇൻഡസ്ട്രി അഡോപ്ഷൻ ഉള്ള ഒരു ഫ്രെയിംവർക്കാണ് ഈ ASP.NET Core. ഇത് മൈക്രോസോഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മോഡേൺ ക്ലൗഡ് എനേബിൾഡ് ഇന്റർനെറ്റ് കണക്റ്റഡ് ആപ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയ പുതിയ ജനറേഷന് വേണ്ടിയ ക്ലൗഡ് എനേബിൾഡ് ആയ ക്ലൗഡിൽ ഡിപ്ലോയ് ചെയ്യുന്ന ഇന്റർനെറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, ഒരു ഫ്രെയിംവർക്കാണ് ASP.NET Core. ഇതിന്റെ പഴയ വേർഷന്റെ പേരാണ് ASP.NET Core. ASP.NET Core ഇല്ലാത്ത ASP.NET, അതിന് ക്ലാസിക് ASP.NET എന്നും പറയും. ഈ ക്ലാസിക് ASP.NETന്റെ പുതിയ ക്ലൗഡ് റിലേറ്റഡ് വേർഷനാണ് ASP.NET Core. പഴയ ASP.NET അല്ലെങ്കിൽ ക്ലാസിക് ASP.NET മൈക്രോസോഫ്റ്റ് ഡിപ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പുതിയതായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യില്ല. പതുക്കെ അത് ഇല്ലാതാവും. അപ്പോൾ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പഴയ ക്ലാസിക് ASP.NETൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് വളരെ ഹൈ പ്രൊഫൈൽ ആപ്ലിക്കേഷൻസ് എല്ലാം ഇനി ASP.NET Coreലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ASP.NET Core ഡെവലപ്പേഴ്സിനുള്ള സ്കോപ്പ് അത്രയധികം ഡിമാൻഡാണ് വരാൻ പോകുന്നത്. ഇനി ഈ ASP.NET Core ഫ്രെയിംവർക്കിൽ എന്തെല്ലാം സബ് ടെക്നോളജീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ASP.NET Core MVC എന്ന് പറയുന്ന ഒരു റിച്ച് ഫ്രെയിംവർക്കാണ്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സുള്ള ഫ്രെയിംവർക്കാണ്. ഇത് സ്പെസിഫിക്കലി വെബ് ആപ്ലിക്കേഷൻസും APIകളും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മോഡൽ വ്യൂ കൺട്രോളർ എന്ന് പറയുന്ന ഡിസൈൻ പാറ്റേൺ അല്ലെങ്കിൽ ആർക്കിടെക്ചർ പാറ്റേൺ, മോഡൽ വ്യൂ കൺട്രോളർ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ പാറ്റേണിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു മോഡലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ്. അതും വെബ് ആപ്ലിക്കേഷൻസും APIകളും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഈ ASP.NET Core എന്ന് പറയുന്ന ഒരു അംബ്രല്ല ഫ്രെയിംവർക്കിന്റെ അണ്ടറിലുള്ള ഒരു സബ് ഫ്രെയിംവർക്കാണ് ASP.NET Core MVC എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഫ്രെയിംവർക്കാണ് ASP.NET Core Blazor എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും, ഇപ്പൊ ASP.NET Core ബാക്ക് എൻഡ് മാത്രമാണ് സത്യം. ASP.NET Core Blazor എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും എല്ലാം നമുക്ക് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡെവലപ്പ് ചെയ്യും. ഫ്രണ്ട് എൻഡ് ടെക്നോളജീസ് ഡൈനാമിക് ആയിട്ട് HTML CSS ഒക്കെ ഈ C# ലാംഗ്വേജിന്റെ സപ്പോർട്ടോടുകൂടി സെർവർ സൈഡിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് ക്ലയന്റ് സൈഡിലേക്ക് വരികയും പിന്നീട് അത് ഫുള്ളായി മുഴുവനായും ഈ ഫ്രണ്ട് എൻഡ് ടെക്നോളജീസ് ഫ്രണ്ട് എൻഡിൽ നിന്ന് ബ്രൗസറിൽ നിന്ന് വർക്ക് ചെയ്യും, ബാക്ക് എൻഡുമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഡാറ്റ പാസ് ചെയ്യുകയും ചെയ്യുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ഫ്രെയിംവർക്കാണ് Blazor എന്ന് പറയുന്നത്.
ഈ ASP.NET Core ബ്ലേസർ മാത്രം മതി എൻറ്റയർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ASP.NET Core എന്ന് പറയുന്ന ബിഗ് അംബ്രല്ല ഫ്രെയിംവർക്ക് സ്റ്റാക്ക്, അതൊരു സ്റ്റാക്കാണ്. ആ സ്റ്റാക്കിന്റെ അണ്ടറിൽ വരുന്ന മറ്റുള്ള ചെറിയ ഫ്രെയിംവർക്കുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു ASP.NET Core MVC, രണ്ടാമത് ASP.NET Core ബ്ലേസർ എന്ന് പറയുന്നത്. ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്. ഇത് രണ്ടും വേറെ വേറെ ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ്. വളരെ പവർഫുൾ ആണ്, ഹൈലി പവർഫുൾ ആയ, ഹൈലി ഇൻ ഡിമാൻഡ് ആയ ഫ്രെയിംവർക്കുകളാണ് ഇതിന്. അടുത്തതായി റേസർ പേജസ് എന്ന് പറയുന്നത് ASP.NET Core MVC എന്ന് പറയുന്ന ഫ്രെയിംവർക്കിനകത്ത് യൂസ് ചെയ്യുന്നതിന് വേണ്ട വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ട ടെംപ്ലേറ്റിംഗ് ടെക്നോളജിയാണ് റേസർ പേജസ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് HTML, CSS, JavaScript ബേസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് എൻഡ് പേജസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ട ടെംപ്ലേറ്റിംഗ് ടെക്നോളജിയാണ് റേസർ പേജസ്. ഇനി അടുത്തതായി സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇത് പ്യൂർലി ഫ്രണ്ട് എൻഡ് ടെക്നോളജി ആണ്. നിങ്ങൾ ആംഗുലാർ, റിയാക്ട് JS എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആംഗുലാർ, റിയാക്ട് JS, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വ്യൂ JS, ഇതെല്ലാം ഫ്രണ്ട് എൻഡിലുള്ള ജാവാസ്ക്രിപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്കുകളാണ്. സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വൺസ് ഇത് ബ്രൗസറിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ഫുൾ റീഫ്രഷ് ചെയ്യില്ല. അത് ട്രഡീഷണൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്താലും വീണ്ടും ഫുൾ ആയിട്ട് സെർവറിലേക്ക് പോയി അവിടുന്ന് ഫുൾ പേജ് അടുത്ത പേജ് ഫുൾ റീഫ്രഷ് ചെയ്ത് വരുന്നതാണ് ട്രഡീഷണൽ പഴയ രീതിയിലുള്ള ആപ്ലിക്കേഷൻ. മോഡേൺ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ ലോഡിൽ തന്നെ, ആദ്യത്തെ ഒരു റിക്വസ്റ്റിൽ തന്നെ അതിന്റെ റെസ്പോൺസ് ആയിട്ട് ഒരു ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ഫുൾ ആയിട്ട് നമ്മൾ ക്ലയന്റ് സൈഡിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബാക്ക് എൻഡിലേക്ക് പോകുന്നത് ഡാറ്റയ്ക്ക് വേണ്ടി മാത്രമാണ്. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആപ്ലിക്കേഷൻ ഫുൾ ആയിട്ട് റിഫ്രഷ് ചെയ്യില്ല, പാർഷ്യലായിട്ട് ആവശ്യമുള്ള വിഡ്ജറ്റ്സ് മാത്രം അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ റിച്ച് ആയ ക്ലയന്റ് സൈഡ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ പോലെ വെബ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്ന അത്രയും സീംലെസ് ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു പാരഡൈം ആണ് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ, SPA. അത് ആ ഒരു പാരഡൈമിന്റെ അണ്ടറിലുള്ള പോപ്പുലർ ആയിട്ടുള്ള 3 ഫ്രെയിംവർക്കുകളാണ് ആംഗുലാർ, രണ്ടാമത് റിയാക്ട്, മൂന്നാമത് Vue.js. ഈ 3 സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്കുകളെയും വളരെ അനായാസമായി ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബേസിക് ഫ്രെയിംവർക്ക് ടെംപ്ലേറ്റുകളും അതിനുവേണ്ട സ്കഫോൾഡിംഗ് എല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു ടെംപ്ലേറ്റിംഗ് മെക്കാനിസവും ഈ ASP.NET Coreനകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗുലാർ ഡെവലപ്മെന്റ്, റിയാക്ട് ഡെവലപ്മെന്റ്, Vue.js ഡെവലപ്മെന്റ് ഇതെല്ലാം ഈസി ആക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻസിന് നമുക്ക് .NET ബാക്ക്എൻഡ് സെർവറിൽ ഡിപ്ലോയ് ചെയ്ത് സീംലെസ് ആയിട്ട് ബാക്ക്എൻഡ് C# ബാക്ക്എൻഡിലേക്ക് അല്ലെങ്കിൽ ASP.NET ബാക്ക്എൻഡിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരതിനെ ഡിസൈൻ ചെയ്ത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഈ SPA ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. ഇനി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോർ, EF Core എന്ന് പറയുന്നത് ഇതൊരു ഒബ്ജക്ട് റിലേഷണൽ ഡാറ്റാബേസ് മാപ്പറാണ്. ഒബ്ജക്ട് റിലേഷണൽ മാപ്പർ എന്ന് പറയുന്നത് ORM, ഒബ്ജക്ട് റിലേഷണൽ മാപ്പിംഗ് ടൂളാണ്. .NET ഫ്രെയിംവർക്കിനകത്തുള്ള ഒരു ORM ടൂളാണ് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോർ. ഇത് നമുക്ക് ഡാറ്റാബേസ് ക്വറീസ് സെലക്ട്, ഇൻസെർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, സെലക്ട് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും നമുക്ക് മാനുവലി എഴുതാതെ നമുക്ക് സിമ്പിൾ അനോട്ടേഷൻസിലൂടെ ഒബ്ജക്റ്റുകളുടെ, അതായത് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലുള്ള ഒബ്ജക്റ്റുകളെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അനോട്ടേഷനിലൂടെ വളരെ ഈസി ആയിട്ട് ക്വറി ഡൈനാമിക് ആയിട്ട് റൺ ടൈമിൽ ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഡാറ്റാബേസ് ആക്സസ് മെക്കാനിസം ആണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡാറ്റാബേസ് ടെക്നിക്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് അനോട്ടേഷൻ വഴി ഡിക്ലറേറ്റീവ്ലി ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ഫ്രെയിംവർക്കാണ് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോർ. ഇത് നമുക്ക് വളരെ ഹൈ പെർഫോമൻസോടുകൂടി നമ്മളുടെ ഭാഗത്ത് മാനുവൽ എറേഴ്സ് എല്ലാം പൂർണ്ണമായും ഒഴിവാക്കി ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി കോഡ് റൺ ടൈം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോർ. ഇത് ഹൈലി സോട്ട് ആഫ്റ്റർ സ്കില്ലാണ്. ഇതിന്റെ ഭാഗമായിട്ടൊരു ലിങ്ക് ക്വറീസ് എന്ന് പറയുന്ന വളരെ ഈസി ആയിട്ട് നമുക്ക് ഡൈനാമിക് ആയിട്ട് ക്വറി ചെയ്യാവുന്ന, സിംപ്ലിഫൈ ചെയ്യുന്ന ക്വറി ചെയ്യാവുന്ന മെക്കാനിസമാണ് ലിങ്ക് ക്വറീസ്. ഉപയോഗിക്കാം. അതുപോലെ ഇത് ഒരുവിധം പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ഡാറ്റാബേസുകളും സപ്പോർട്ട് ചെയ്യും. ഒറാക്കിൾ ഡാറ്റാബേസ്, SQL സെർവർ ഡാറ്റാബേസ്, MySQL ഡാറ്റാബേസ്, PostgreSQL ഡാറ്റാബേസ്, അതുപോലെ തന്നെ അഷ്യൂറിനകത്തുള്ള കോസ്മോസ് DB, ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഓൺ പ്രെമൈസ് ആയാലും, അതായത് നമ്മളുടെ ഇൻ ഹൗസ് ഡാറ്റാബേസ് ആയാലും
നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറിനകത്തുള്ള ഡാറ്റാബേസ് ആയാലും ക്ലൗഡിലുള്ള ഡാറ്റാബേസിൽ എല്ലാ ഡാറ്റാബേസുകളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ് EFB. അതും ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടുള്ളതാണ്. മറ്റൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ASP.NET Core Signal R എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി റിയൽ ടൈം വെബ് ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് പ്രത്യേകിച്ചും ഈ നോട്ടിഫിക്കേഷൻസ് പോലുള്ള കാര്യങ്ങൾ വളരെ ക്വിക്കായിട്ട്, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട്, എന്നാൽ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ മില്യൺ കണക്കിനോ കൺകറന്റ് നോട്ടിഫിക്കേഷൻസ് സെൻഡ് ചെയ്യാനും അതിനെ ഡിസ്പ്ലേ ചെയ്യാനും അതിനെ പ്രോസസ് ചെയ്യാനും കഴിവുള്ള ഒരു ഫ്രെയിംവർക്കാണ് സിഗ്നൽ R എന്ന് പറയുന്നത്. ഇതൊരു ഓപ്പൺ സോഴ്സ് ലൈബ്രറിയാണ്. ഇത് മൈക്രോസോഫ്റ്റിന്റെ ASP.NET കോറിന്റെ ഭാഗമായിട്ട് അത് അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഈ ഫ്രെയിംവർക്കിൽ പ്രൊവൈഡ് ചെയ്തു. ഇതും നമ്മൾ പഠിക്കണം. ഇനി മറ്റൊരു ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള, ഗൂഗിൾ ഒറിജിനലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള മറ്റൊരു ഹൈ പെർഫോമൻസ് റിമോട്ട് പ്രൊസീജിയർ കോൾ ഫ്രെയിംവർക്കാണ് gRPC. ഈ gRPC എന്ന് പറയുന്നത് ചാറ്റ് ആപ്ലിക്കേഷൻ പോലെ റിയൽ ടൈം ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഫ്രെയിംവർക്കാണ്. അതാണ് gRPC. ഇതും ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുപോലെ ഇത് ഈ വെബ് സോക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വെബ് സോക്കറ്റ്സ്. അതുപോലെ അതുപോലെ ബ്ലേസർ ഫ്രെയിംവർക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഇത്രയും ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെല്ലാം ബിൽഡ് ചെയ്യാൻ സാധിക്കും? ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പ്രാഥമികമായി വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, വെബ് API സർവീസസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മൊബൈൽ ബാക്കെൻഡ്സ്, അത് വെബ് API തന്നെ മൊബൈൽ ബാക്കെൻഡ്സ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി ഇത് നമുക്ക് നമ്മളുടെ ഏത് ഫേവറേറ്റ് ഡെവലപ്മെന്റ് ടൂളും സപ്പോർട്ട് ചെയ്യും. അത് നമ്മുടെ VS കോഡ് ആയിക്കോട്ടെ, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ, അല്ലെങ്കിൽ ഏത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡേൺ വെബ് IDEകളും നമുക്ക് യൂസ് ചെയ്യാം. അത് ഏത് പ്ലാറ്റ്ഫോമിലും യൂസ് ചെയ്യാം, വിൻഡോസിൽ യൂസ് ചെയ്യാം, macOSൽ യൂസ് ചെയ്യാം, ലിനക്സിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഈ ASP.NET Core ഉപയോഗിച്ചിട്ട് നമുക്ക് ഓൺ പ്രിമൈസ് ഇൻഫ്രാസ്ട്രക്ചറിലേക്കും ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിലേക്കും നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. ഇത് ഈ ASP.NET Core വർക്ക് ചെയ്യുന്ന ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ പേര് ശരിക്കും .NET Core എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റ് പ്ലാറ്റ്ഫോമിന് മുകളിലാണ് ഇത് റൺ ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ട് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ കരിയർ സ്പെഷ്യലൈസ്ഡ് ഇൻ ASP.NET Core തിരഞ്ഞെടുക്കും? അത് ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിന് വേറെ ഒരുപാട് ഫ്രെയിംവർക്കുകൾ ഉണ്ട്. ഇപ്പൊ മീൻ സ്റ്റാക്ക് ഉണ്ട്, മേൺ സ്റ്റാക്ക് ഉണ്ട്, ജാവ സ്പ്രിംഗ് സ്റ്റാക്ക് ഉണ്ട്, പൈത്തൺ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാക്കുകൾ ഉണ്ട്. എന്തുകൊണ്ട് ASP.NET Core? അതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ബെനിഫിറ്റ് എന്താ? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഒരു ടെക് കമ്മ്യൂണിറ്റി ഉണ്ട്, ടെക്നോളജിസ്റ്റുകളുടെ ഒരു കമ്മ്യൂണിറ്റി. ഈ മൈക്രോസോഫ്റ്റ് ടെക്നോളജിസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള, വേൾഡിൽ എല്ലാവർക്കും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇവർ തമ്മിലൊരു സ്ട്രോങ് ബ്രദർഹുഡ് ഉണ്ട്. ഇവരെല്ലാം വെൽ കണക്റ്റഡ് ആണ്. ദേ സപ്പോർട്ട് ഈച്ച് അതർ, ദേ ഷെയർ എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വിത്ത് ഈച്ച് അതർ. ഇതൊക്കെ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണത്. ഈ ASP.NET Core ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ പ്രൊഫൈൽ, നിങ്ങൾ അതിന്റെ ഒരു പ്രൊഫൈൽ നേടിയാൽ, ആ ഒരു സ്കിൽ സെറ്റ് നേടിയാൽ നിങ്ങൾക്ക് ഈ എലൈറ്റ് കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഒരു എൻട്രി ആണ് കിട്ടുന്നത്. നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയും അതിന്റെ ഫുൾ സപ്പോർട്ട് എടുക്കാൻ സാധിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റികളും അവൈൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അത് കൂടാതെ ഈ കരിയർ എന്ന് പറയുന്നത്, അതായത് ASP.NET Core എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, മോർ ലുക്രേറ്റീവ് ആയിട്ടുള്ള, കൂടുതൽ സാലറി ഉള്ള പ്രൊഫഷൻസ് ആയ അഷ്യൂർ ക്ലൗഡ് എഞ്ചിനീയർ, മൈക്രോസോഫ്റ്റിന്റെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മൈക്രോസോഫ്റ്റ് ആണ് ഇന്ന് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റർ ഇൻ AI. അപ്പൊ മൈക്രോസോഫ്റ്റിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആയി മാറാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പവർ പ്ലാറ്റ്ഫോം, മൈക്രോസോഫ്റ്റിന്റെ പവർ പ്ലാറ്റ്ഫോം ഡെവലപ്പർ ആകാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. അതുപോലെ മൈക്രോസോഫ്റ്റിന്റെ ഡൈനാമിക് 365 കൺസൾട്ടന്റ് ആണ്. അങ്ങനെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല പ്രൊഫഷണലുകളിലേക്കും നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള, അതിലേക്ക് ഉയർന്നു പോകാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഈ ASP.NET Core ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു കരിയർ. ഇത് ASP.NET Core എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും മോഡേൺ ആയ വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്കാണ്. ഇത് മൈക്രോസോഫ്റ്റിന്റെ ഫ്രെയിംവർക്കിൽ വെബ് ആപ്ലിക്കേഷൻ സ്റ്റാക്കുകൾ ഉപയോഗിച്ചിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട്. ഈ കമ്പനികളിലെല്ലാം നിങ്ങൾക്ക് ആക്സസ് കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ്. മൈക്രോസോഫ്റ്റ് .NET ഫ്രെയിംവർക്കിനെ എല്ലാ പ്ലാറ്റ്ഫോമുകളും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹെവിലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ നല്ല ഫ്യൂച്ചറുള്ള ഒരു ഏരിയ ആണ് ഈ ASP.NET Core ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്.
പിന്നെ ഈ ASP.NET കോർ അതുപോലെ C# ലാംഗ്വേജ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫ്രെയിം വർക്കുകളും പ്ലാറ്റ്ഫോംസും ഉണ്ട്. അതിലെല്ലാം ഡിഫോൾട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് C# മൈക്രോസോഫ്റ്റ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെബ് ആപ്ലിക്കേഷൻ ഏതെല്ലാം പ്ലാറ്റ്ഫോമുകളുണ്ടോ, മൈക്രോസോഫ്റ്റിന്റെ ഏതെല്ലാം പ്ലാറ്റ്ഫോമുകളും CRM സ്യൂട്ടുകളും അതുപോലെ പവർ പ്ലാറ്റ്ഫോമുകളും അതുമാതിരി ഒരുപാട് ERP CRM സൊല്യൂഷൻസ് എന്റർപ്രൈസ് ലെവൽ ആപ്ലിക്കേഷൻസ് ഉണ്ടോ, അതിലെല്ലാം ഒരു ഡിഫോൾട്ട് വെബ് ആപ്ലിക്കേഷൻ ടെക്നോളജി ആയിട്ട് ASP.NET കോറിനെയും ഡിഫോൾട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് C#നെയുമാണ് ഉപയോഗിക്കുന്നത്. ഈ മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡിലെ ഡിപ്ലോയ്മെന്റ് കമ്പോണൻസ് ആയ ഒബ്ജക്ട്സ് ആയ Azure Web Apps, Azure Functions, Azure App Service, Azure Kubernetes Service, ഇതിലെല്ലാം മൈക്രോസോഫ്റ്റ് പ്രാഥമികമായും ഡിഫോൾട്ടായി സപ്പോർട്ട് ചെയ്യുന്ന വെബ് ഫ്രെയിംവർക്ക് ASP.NET കോർ ആണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C# ആണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇതിലേക്കെല്ലാം ഉള്ള എൻട്രിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ മൈക്രോസോഫ്റ്റിന്റെ തന്നെയല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയ ഒരു മൈക്രോസോഫ്റ്റ് വെബ് ടെക്നോളജിയാണ് ASP.NET കോർ. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പല ഡെവലപ്പർ സർവേകളിലും മറ്റും ഒരുപാട് ഇയർ ഓൺ ഇയർ ഹൈ ഗ്രോത്ത് ആണ് ഇത് കാണിക്കുന്നത്. ഹൈ ഡിമാൻഡ് ആണ് ഇൻഡസ്ട്രിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ജോബ് ഡിമാൻഡ്, ഇപ്പൊ ജോബിന്റെ അകത്ത് ഇപ്പൊ നമുക്ക് ഒരുപാട് സർവേസിൽ ലിങ്ക്ഡിനിലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 38,000 40,000 ASP.NET കോർ ഡെവലപ്പർ ജോബ്സ് ആണ് വേൾഡ് വൈഡ് ആയിട്ട് ലിങ്ക്ഡിനിൽ മാത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അത് ഈ ASP.NET കോർ ഡെവലപ്പർ അതുപോലെ ഡിഫറെന്റ് കീവേഡുകൾ നിങ്ങൾ കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡീഡ് എന്ന് പറയുന്ന ജോബ് സൈറ്റ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഏത് ജോബ് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാലും 10,000-കണക്കിന് 17,000-കണക്കിന് ജോബ് ഓപ്പണിങ്സ് ആണ് US-ലും ഇന്ത്യയിലും അതുപോലെ ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ കാണിക്കുന്നത്. മാത്രമല്ല ഓരോ വർഷവും ഒരു അപ്രോക്സിമേറ്റ്ലി 50% ഇൻക്രീസ് ആണ് ഡിമാൻഡ് കൂടി വരുന്നത്. അപ്പൊ അതിനും മാത്രം ട്രെയിൻഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് മാർക്കറ്റിൽ വളരെ ഒരു ബിഗ് ഷോർട്ടേജ് ആണുള്ളത്. അത്രയും ഡെവലപ്പേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ ഇന്നുണ്ട്. ഇനി സാലറീസ് നോക്കുകയാണെങ്കിൽ US-ല് ഒരു ഡെവലപ്പർക്ക് ഒരു 70,000 മുതൽ 146,000 പെർ ഇയർ ഡോളേഴ്സ് വരെയാണ് ഒരു ആവറേജ് ഡിക്ലെയർഡ് ആയിട്ടുള്ള സാലറി. നമ്മൾ പബ്ലിഷ്ഡ് ആയിട്ടുള്ള സാലറികൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഫിഗർ ഡാൻസ് സാലറികൾ പലപ്പോഴും അവർ പബ്ലിഷ് ചെയ്യാറില്ല, വളരെ ഹൈ സാലറീസ് പബ്ലിഷ് ചെയ്യാറില്ല. പക്ഷെ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ളതിൽ ഈ റേഞ്ചാണ്, സാലറി റേഞ്ച് ആണുള്ളത്. 97,000 മുതൽ 146,000 വരെയാണ് ഇത് നമ്മൾ കാണുന്നത്. അല്ല, 60,000 മുതൽ 146,000 വരെയാണ് ഇതിന്റെ റേഞ്ച് കാണുന്നത്. ഓൺ ആൻ ആവറേജ് 97,000 ആണ് പെർ ഇയർ ആവറേജ് സാലറി ഉള്ളത്. ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ റുപ്പീസിലാണെങ്കിൽ ആവറേജ് 12,80,000 ആണ് ആവറേജ് ഒരു സാലറി പബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. അത് 7 lakhs മുതൽ 7.3 lakhs മുതൽ 25 lakhs വരെ പെർ ഇയർ വരെയാണ് പബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. പലപ്പോഴും 50 lakhs per annum വരെ, അതായത് അഡ്വാൻസ്ഡ് ടോപ്പ് ഇതിൽ, അതായത് ഈ ASP.NET ഡെവലപ്പർ എന്നുള്ളതിൽ നിന്ന് ആർക്കിടെക്ട് ലെവലിലേക്കോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കരിയേഴ്സിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ സാലറി റേഞ്ച് ഇതിനേക്കാൾ ഡബിളോ ക്വാഡ്രപ്പിളോ ഒക്കെ ആയിട്ട് മാറാവുന്നു. ഇനി സീനിയർ .NET ഡെവലപ്പർ ഇന്ത്യ എന്ന് പറഞ്ഞത് സെർച്ച് ചെയ്താൽ തന്നെ ഒരു 9 lakhs മുതൽ 21 lakhs വരെയൊക്കെയാണ് നമുക്ക് ഗ്ലാസ് ഡോറിലുള്ളത്. ടെക്നിക്കൽ ആർക്കിടെക്ട്സിലാണെങ്കിൽ 35 lakhs per annum വരെ പോകുന്നുണ്ട്. സൊല്യൂഷൻ ആർക്കിടെക്റ്റിനാണെങ്കിൽ 45 lakhs വരെ പോകുന്നുണ്ട്. ഇതൊക്കെയാണ് സാലറി റേഞ്ചസ് ഉള്ളത്. അപ്പോൾ സാധാരണ ഒരു ASP.NET ഡെവലപ്പറായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്കകത്ത് സിസ്റ്റം അനലിസ്റ്റ് ആയിട്ടും ടെക്നിക്കൽ ആർക്കിടെക്ട് ആയിട്ട് പ്രോഗ്രസ് ചെയ്ത് പോകാറുണ്ട്. പിന്നെ ക്ലൗഡ് ആർക്കിടെക്ട് ഒക്കെ ആയിട്ട് പോകുമ്പോൾ സാലറി വീണ്ടും കൂടിയിട്ടുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി ടോപ്പ് കമ്പനീസ്, ഏതൊക്കെ ടോപ്പ് കമ്പനീസ് ആണ് ഈ ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രൈമറിലി മൈക്രോസോഫ്റ്റിൽ തന്നെ ഒരുപാട് വേക്കൻസീസ് ആണ്. അതുപോലെ മൈക്രോസോഫ്റ്റിന്റെ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് ഒരുപാട് സർവീസസ് നടത്തുന്ന കമ്പനികളായ ഇൻഫോസിസ്, ക്യാപ്ജെമിനി, ആമസോൺ, എക്സെഞ്ചർ, ഡെലോയിറ്റ്, TCS, IBM, വിപ്രോ, HCL, ഈ വക കമ്പനികളിലെല്ലാം ഒരുപാട് വേക്കൻസികളാണ് ഈ ASP.NET കോർ ഡെവലപ്പേഴ്സ്. ഇതെല്ലാം നിങ്ങൾ ലിങ്ക്ഡിനിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നത്. അതുപോലെ നമ്മുടെ ഇൻഡീഡ് പോലുള്ള ജോബ് അഗ്രിഗേറ്റർ വെബ്സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. ഇനി ഏതെല്ലാം ഇൻഡസ്ട്രികളാണ്, ടോപ്പ് ഇൻഡസ്ട്രികളാണ് ASP.NET കോർ ഡെവലപ്പേഴ്സിന് ഹയർ ചെയ്യുന്നത്? പ്രാഥമികമായി IT സർവീസസ് കമ്പനി,
അതായത് മറ്റുള്ള കമ്പനികൾക്ക് വേണ്ടി IT പ്രോജക്ട്സ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന ഇൻഫോസിസ്, TCS ഒക്കെ പോലുള്ള കമ്പനി, അതിലാണ് ഏറ്റവും കൂടുതൽ വാക്കൻസീസ് ഉള്ളത്. പിന്നെ ഉള്ളത് ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് ഡൊമൈനിൽ ASP.NET Core അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ വെബ് ടെക്നോളജീസ് ഹെവി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഗംഭീര സാലറിയും ഒരുപാട് റെസ്പെക്റ്റും ഒരുപാട് നമ്പർ ഓഫ് വാക്കൻസീസും കൂടുതലാണ് അവിടെ. അതുപോലെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, ക്ലിനിക്കൽ മാനേജ്മെന്റ് സിസ്റ്റം, ഹോസ്പിറ്റൽ സിസ്റ്റം, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഈസ് ഹൈലി പ്രോഫിറ്റബിൾ ആൻഡ് ഹൈലി ലുക്രേറ്റീവ് ഇൻഡസ്ട്രി. അതിനകത്ത് വളരെ കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാക്കാണ് മൈക്രോസോഫ്റ്റിന്റെ ഈ ASP.NET Core സ്റ്റാക്ക്. അതുപോലെ ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻസ്, ഇപ്പം ഒരുപാട് ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് നമ്മുടെ ഈ ആമസോൺ ഒക്കെ പോലുള്ള, ആമസോണിൽ അതിലാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ ആമസോൺ ഒക്കെ പോലുള്ള ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻസിൽ സിസ്റ്റംസിൽ ASP.NET Core വളരെ ഹെവി ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷണൽ സെക്ടർ, അതിനകത്ത് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ, ഹൈ സ്കെയിലബിൾ ആർക്കിടെക്ചർ ആവശ്യമുള്ള, ഹൈ പെർഫോമൻസ് സിസ്റ്റംസ് ആവശ്യമുള്ള ഒരു ഏരിയയാണ് ടെലികമ്മ്യൂണിക്കേഷൻ. അതിനകത്ത് ഒരുപാട് ഹെവിലി യൂസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ASP.NET Core. അതുപോലെ ഗവൺമെന്റിൽ ഹൈ സെക്യൂരിറ്റി ആവശ്യമാണ്, ഹൈ സ്കെയിലബിലിറ്റി ആവശ്യമാണ്, റിലയബിലിറ്റി ആവശ്യമാണ്. മൈക്രോസോഫ്റ്റ് പോലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കമ്പനികളുടെ സിസ്റ്റംസ് ആണ് പല ഗവൺമെന്റ് കമ്പനികൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റിൽ ഹെവിലി യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജിയാണ്. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, എനർജി ആൻഡ് യൂട്ടിലിറ്റീസ്, ഓയിൽ ആൻഡ് ഗ്യാസിൽ വളരെ ഹെവിയാണ്. മിഡിൽ ഈസ്റ്റിലെല്ലാം മൈക്രോസോഫ്റ്റിന്റെ മൊണോപ്പൊളിയാണ് ശരിക്കും. അതിലെല്ലാം ASP.NET Core സിസ്റ്റംസ് അല്ലെങ്കിൽ ASP.NET സിസ്റ്റംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ ഡിമാൻഡ് ഉണ്ട്. ഇനി ഏതൊക്കെ ടോപ്പ് പ്രോജക്ട് കാറ്റഗറീസ് ആണ് ASP.NET Core യൂസ് ചെയ്തിട്ടുള്ളത് നോക്കാം. അതിൽ പ്രാഥമികമായും വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പല കമ്പനികളും, ലൈക്ക് ഇ കൊമേഴ്സ് സൈറ്റുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റംസ്, ഇതുപോലുള്ള വെബ് ആപ്ലിക്കേഷൻ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാനാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടാമതായി API ഡെവലപ്മെന്റ്. ഈ വെബ് ആപ്ലിക്കേഷൻസിന് ഡാറ്റ സപ്ലൈ ചെയ്യുന്ന API എൻഡ് പോയിന്റ്സ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസസ്, ഇതിനു വേണ്ടിയിട്ടാണ് അടുത്ത യൂസേജ്. പിന്നെ മൈക്രോ സർവീസസ് ആർക്കിടെക്ചറിലുള്ള ക്ലൗഡ് നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു വളരെ നല്ല പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൽ മൈക്രോ സർവീസസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള, ക്ലൗഡിനകത്തുള്ള പല വിധത്തിലുള്ള ആപ്ലിക്കേഷൻ, സെർവർലെസ് ആപ്ലിക്കേഷൻസ്, ഈവൻ ഈ കണ്ടെയ്നറൈസ്ഡ് ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ASP.NET Core യൂസ് ചെയ്യുന്നുണ്ട്. റിയൽ ടൈം ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ ചാറ്റ് ആപ്ലിക്കേഷൻസ്, ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ്, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് സിസ്റ്റംസ്, അതിൻ്റെയൊക്കെ മോണിറ്ററിംഗ് സിസ്റ്റംസ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ASP.NET Core എന്ന് പറയുന്നത്. IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇപ്പോൾ ഒരുപാട് ഡിവൈസസ് ഉണ്ട്. അത് ഡിവൈസും സെൻസേഴ്സും ഒരുപാട് സ്മാർട്ട് സിറ്റികളൊക്കെ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള IoT ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള അതിന്റെ പ്രാഥമികമായിട്ടുള്ള ടെക്നോളജികളാണ് MQTT എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ, AMQP എന്ന് പറയുന്ന മറ്റൊരു പ്രോട്ടോകോൾ. ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന IoT ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന് വേണ്ടി ഉള്ള വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ASP.NET Core. ഇനി മറ്റൊരു പ്രോജക്ട് കാറ്റഗറികളാണ് എന്റർപ്രൈസ് ആപ്ലിക്കേഷൻസ്. അതായത് 1000 അതിലധികമോ എംപ്ലോയീസ് ഉള്ള, ഹൈ റവന്യൂ ഉള്ള, ഹൈ നെറ്റ്വർത്ത് ഉള്ള കമ്പനികൾ, അതാണ് എന്റർപ്രൈസ് കമ്പനികൾ. ആ ഹൈ ബിസിനസ്സുകളിൽ യൂസ് ചെയ്യുന്ന അവരുടെ ബിസിനസ് ആപ്ലിക്കേഷൻസിന് പറയുന്ന പേരാണ് എന്റർപ്രൈസ് ആപ്ലിക്കേഷൻസ്. അതിൽ 2 കാറ്റഗറികളാണ് ERP, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. മറ്റൊരു കാറ്റഗറി CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ്. അതുപോലെ HR സിസ്റ്റംസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വളരെ നല്ല പ്ലാറ്റ്ഫോമാണ് ASP.NET Core. അപ്പോൾ ഒരുപാട് വലിയ കമ്പനികൾ ഈ ASP.NET Core അല്ലെങ്കിൽ ക്ലാസിക് ASP.NET ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അതിന്റെ പുതിയ ജനറേഷൻ അവർക്ക് ASP.NET Coreലേക്ക് മൈഗ്രേറ്റ് ചെയ്താൽ മതിയാവും. അതുപോലെ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പോൾ ഇത് AI-യും ML-ഉം ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ASP.NET Core ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ടാണ്. ASP.NET Coreന്റെ പ്ലാറ്റ്ഫോമിലുള്ള ഒരു സബ് ഫ്രെയിംവർക്കാണ് ML.NET, മെഷീൻ ലേണിംഗ് .NET എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്ക്. ഈ മെഷീൻ ലേണിംഗ് .NET ഫ്രെയിംവർക്ക് ഈ AI ആപ്ലിക്കേഷൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗൂഗിൾ ഇറക്കിയിട്ടുള്ള ഒരു ഹ്യൂജ് അല്ലെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫ്രെയിംവർക്കാണ് TensorFlow. അത് മെഷീൻ ലേണിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ്. ഈ ഫ്രെയിംവർക്കിന്റെ ഒരു വളരെ ഡീപ്പായിട്ടുള്ള സപ്പോർട്ടാണ് ASP.NET Core ഫ്രെയിംവർക്ക് കൊടുക്കുന്നത്. ഇതെല്ലാം മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ AI ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി ASP.NET Core മാറ്റിയിട്ടുണ്ട്.
അടുത്തതായി ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റ്. ഇപ്പൊ പല ആപ്ലിക്കേഷൻസും നമുക്ക് പല പ്ലാറ്റ്ഫോമുകളിലും ഒരേപോലെ ഡിപ്ലോയ് ചെയ്യണം. വിൻഡോസിൽ വേണം, ലിനക്സിൽ വർക്ക് ചെയ്യണം, മാക്ഓഎസിലൊക്കെ വർക്ക് ചെയ്യണം. അങ്ങനെ ക്രോസ് പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന് പറ്റിയ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് ASP.NET Core. അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ, മൊബൈലിന്റെ ബാക്ക് എൻഡുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് ASP.NET Core. ഇനി ഈ ASP.NET Core ഡെവലപ്പർ ആയിക്കഴിഞ്ഞാൽ, ആ സ്കില്ല് നേടിക്കഴിഞ്ഞാൽ ഏതെല്ലാം ടൈപ്പ് ഓഫ് ജോബ് കാറ്റഗറികളിലേക്ക് അപ്ലൈ ചെയ്യാം? അത് ന്യൂമറസ് ജോബ് കാറ്റഗറികളിലേക്കാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കരിയർ അല്ലെങ്കിൽ നമ്മുടെ ഡോർ ഓപ്പൺ ആയിരിക്കും. അതിൽ കുറച്ച് ടൈറ്റിൽസ്, ഒരു ഹാൻഡ്ഫുൾ ഓഫ് ടൈറ്റിൽസ് നമുക്ക് ഇവിടെ നോക്കാം. ഏറ്റവും പ്രാഥമികമായി തന്നെ ASP.NET Core ഡെവലപ്പർ എന്ന് പറയുന്ന ജോബ് ടൈറ്റിലുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. .NET Core, ASP ഇല്ല, .NET Core ഡെവലപ്പർ, അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ .NET Core, അതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ .NET Core വെബ് ഡെവലപ്പർ, അതിലേക്ക് അപ്ലൈ ചെയ്യാം. സോഫ്റ്റ്വെയർ ഡെവലപ്പർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബ്രാക്കറ്റിൽ .NET Core അതിന് കൂട്ടത്തിലുണ്ടെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ ASP.NET Core ആർക്കിടെക്ട് ആവാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ടെക്നിക്കൽ ലീഡ് ആവാൻ അപ്ലൈ ചെയ്യാം. ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ വിത്ത് .NET സ്കിൽസ് അപ്ലൈ ചെയ്യാം. ബാക്ക് എൻഡ് ഡെവലപ്പർ വിത്ത് .NET സ്കിൽസ് അപ്ലൈ ചെയ്യാം. Azure ഡെവലപ്പർ ആവാം. DevOps എഞ്ചിനീയർ വിത്ത് .NET Core സ്കിൽസ് ആവാം. അതായത് അഷൂറിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള DevOps എഞ്ചിനീയർ ആവാം. അതുപോലെ ആപ്ലിക്കേഷൻ ഡെവലപ്പർ വിത്ത് ASP.NET Core, സൊല്യൂഷൻ ഡെവലപ്പർ വിത്ത് .NET Core, ലീഡ് ASP.NET Core എഞ്ചിനീയർ. ഇതുപോലെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈറ്റിൽസ് ആണ് ഈ ജോബ് പോർട്ടലുകളിൽ കയറി കഴിഞ്ഞാൽ ഈ സ്കിൽ സെറ്റുള്ള ആൾക്കാർക്കായിട്ട് കാണുന്നത്. ഇതിലെല്ലാം അപ്ലൈ ചെയ്യാം. ഇനി എട്രിച്ച് അക്കാഡമി. എന്തുകൊണ്ട് എട്രിച്ച് അക്കാഡമി? എട്രിച്ച് അക്കാഡമിയിലെ ഈ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ മറ്റു വേറെ ഏത് രീതിയിലായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ ബെനിഫിഷ്യൽ ആണ്. എന്തുകൊണ്ടാണ്? വാട്ട് മേക്സ് ദ ASP.NET Core ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ പ്രോഗ്രാം അറ്റ് എട്രിച്ച് അക്കാഡമി സ്പെഷ്യൽ? ഇതെന്തുകൊണ്ടാണ് വളരെ സ്പെഷ്യൽ ആവുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഒരു ഡിസൈനും സ്ട്രക്ചറും. ഇത് ഇവിടെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ബൂട്ട് ക്യാമ്പ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഒരു പ്രൊഫഷണൽ ആയ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടീമിന്റെ കൂടെയാണ് നിങ്ങൾ ഒരു ഡെവലപ്പേഴ്സ് ആയിട്ട്, ജൂനിയർ ഡെവലപ്പേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്ത് അവരുടെ മെന്റർഷിപ്പോട് കൂടി ഒരു 6 months to 7 months നിങ്ങൾ ഈ എക്സ്പേർട്ട് ഡെവലപ്പേഴ്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് മെത്തഡോളജി ആണ് ഇതിന്റെ കീ. അതുകൂടാതെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾ പഠിക്കുന്ന സ്കില്ലുകളും അതിന്റെ സ്ട്രക്ചറും അതിൽ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്നു. ഇത് മൈക്രോസോഫ്റ്റിന്റെ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് സ്റ്റാക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട എ ബഞ്ച് ഓഫ് സ്കിൽസ്. അത് ഇൻഡസ്ട്രിയിലെ മറ്റുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സ്കിൽസിന്റെ കൂടെ കമ്പൈൻ ചെയ്ത്, അതും അഷ്യൂർ ക്ലൗഡ് പ്ലാറ്റ്ഫോമിലും മൈക്രോസോഫ്റ്റിന്റെ എന്റർപ്രൈസ് സൊല്യൂഷനിലേക്കും ഡിപ്ലോയ് ചെയ്യുന്നതിനും അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. എന്ന് വെച്ചാൽ ASP.NET Core ഫ്രെയിംവർക്കും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജികളും ഇൻഡസ്ട്രിക്ക് ഇന്ന് ആവശ്യമുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സ്കിൽസും കമ്പൈൻ ചെയ്ത് ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് ക്ലൗഡിലേക്ക് ഡിപ്ലോയ് ചെയ്ത് ഈ സ്കിൽസ് എല്ലാം അക്വയർ ചെയ്ത് സ്വാഭാവികമായും എക്സ്പേർട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ട് കൺവേർട്ടഡ് ആകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മെത്തഡോളജിയാണ്. അതാണ് എട്രിച്ച് ട്രെയിനിങ് മെത്തഡോളജി എന്ന് പറയുന്നത്. എട്രിച്ചിലെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ കൊണ്ടുവന്നുള്ളത്. അതിന്റെ ഡിസൈനിന്റെ പേര് അതാണ്. ഇനി ഇതില് ഈ പ്രോഗ്രാം നിങ്ങൾ എങ്ങനെ ഒരു ക്ലൗഡ് ഡെവലപ്പർ ആക്കും, അഷ്യൂർ ക്ലൗഡ് ഡെവലപ്പർ ആക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അഷ്യൂർ എന്ന് പറയുന്നത് .NET Core എക്കോസിസ്റ്റത്തിന് മുകളിലാണ് അഷ്യൂർ ഡെവലപ്പർ അഷ്യൂർ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം തന്നെ, ക്ലൗഡ് പ്ലാറ്റ്ഫോം തന്നെ മൈക്രോസോഫ്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ .NET Core സ്കില്ല് ഈ അഷ്യൂർ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അഷ്യൂർ എന്ന് പറയുന്ന ക്ലൗഡിൽ ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടി, അഷ്യൂർ ക്ലൗഡിൽ ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്ലൗഡ് ബേസ്ഡ് വെബ് ആപ്ലിക്കേഷൻസിനെയും API ആപ്ലിക്കേഷൻസിനെയും ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു കോർ സ്കില്ലാണ് .NET Core സ്കിൽ. ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ എട്രിച്ച് ടെക്നോളജിയിലെ അല്ലെങ്കിൽ എട്രിച്ച് അക്കാഡമിയിലെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾ തുടക്കം മുതൽ ഒരു ക്ലൗഡ് നേറ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, ഒരു കീ സ്റ്റോൺ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുകയും അതിന്റെ ഭാഗമായി എ കളക്ഷൻ ഓഫ് സ്മോൾ വർക്ക്ഷോപ്പുകളും സ്മോളർ ആപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്ത് ഇത് ഫൈനലി
അഷൂർ ക്ലൗഡിലേക്ക് ഡിപ്ലോയ് ചെയ്യും. അഷൂർ ക്ലൗഡിൽ എങ്ങനെയാണ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത് ആ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് അഷൂർ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുള്ള ഈ ക്ലൗഡ് നേറ്റീവ് ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുകയും പല പ്രാവശ്യം ഡിപ്ലോയ് ചെയ്ത് ഈ ഒരു സ്കിൽ മാസ്റ്റർ ചെയ്തിട്ടാണ് നിങ്ങൾ പുറത്തേക്ക്. അപ്പോൾ ASP.NET കോർ സ്കില്ലും അഷൂർ ക്ലൗഡ് സ്കില്ലും ഇതെല്ലാം ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്ത് ഇത്രയും എക്സ്പീരിയൻസോട് കൂടി ഒരു എക്സ്പേർട്ട് അഷൂർ ക്ലൗഡ് ഡെവലപ്പർ ആയിട്ടാണ് നിങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതുകൂടാതെ തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡൈനാമിക്സ് 365 പിന്നെ മൈക്രോസോഫ്റ്റ് പവർ പ്ലാറ്റ്ഫോം അതിലേക്കൊക്കെ എങ്ങനെയാണ് ഇത് നമുക്ക് ആക്സസ് കിട്ടാന്നുള്ളത് നോക്കാം. ഈ മൈക്രോസോഫ്റ്റിന്റെ ERP സൊല്യൂഷനായ ERP ആൻഡ് CRM സൊല്യൂഷനായ ഡൈനാമിക്സ് 365 എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻ ടെക്നോളജി ASP.NET Core ആണ്. അതുപോലെ C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അതിന്റെ കസ്റ്റമൈസേഷൻ. അപ്പോൾ മൈക്രോസോഫ്റ്റിന് ഡൈനാമിക്സ് 365 എന്ന് പറയുന്നത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്, ഒരു എന്റർപ്രൈസ് സൊല്യൂഷനാണ്. അത് പല കമ്പനികളിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അത് ഒരുപാട് കസ്റ്റമൈസേഷൻസ് ഒക്കെ വരുത്തിയതിനു ശേഷം അവരുടെ ലോക്കൽ അല്ലെങ്കിൽ അവരുടെ ഇൻഹൗസ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസിലേക്കുള്ള ഇന്റഗ്രേഷനും ഒരുപാട് കസ്റ്റമൈസേഷനും ഉള്ളതാണ്. ഇതിനെല്ലാം ഡെവലപ്മെന്റ് സ്കിൽ ആവശ്യമാണ്. അതിന് ഈ ASP.NET Core'ും C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ഈ സ്കില്ലുകളാണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ഈ ഓഫീസ് ഡൈനാമിക്സ് 365 കൂടാതെ അഷൂർ ക്ലൗഡ്, ഷെയർ പോയിന്റ്, പവർ BI പോലുള്ള പല കാര്യങ്ങളിലും ഈ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിലേക്ക് ജമ്പ് ചെയ്യുന്നതിനുള്ള ഒരു ഗേറ്റ് വേ ആണ്. അതോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റ് പവർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കോഡ് ഇല്ലാതെ അല്ലെങ്കിൽ ഏറ്റവും കുറവ് കോഡോടുകൂടി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാവുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ പേരാണ് മൈക്രോസോഫ്റ്റ് പവർ പ്ലാറ്റ്ഫോം. പക്ഷെ ഇതിനകത്ത് ഒരുപാട് കസ്റ്റമൈസേഷൻസ് വരുന്നത് അതെല്ലാം ഈ ASP.NET Core ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അപ്പൊ ഈ പവർ പ്ലാറ്റ്ഫോമിൽ 4 എലമെന്റ്സ് ആണ്: പവർ ആപ്സ്, പവർ BI, പവർ ഓട്ടോമേറ്റ്, പവർ വിർച്വൽ ഏജന്റ്സ്. പവർ ആപ്സ് എന്ന് പറയുന്നത് ഡൈനാമിക് ആയിട്ട് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലൂടെ വളരെ കുറച്ച് കോഡ് മാത്രം എഴുതി, ലോ കോഡ് അല്ലെങ്കിൽ നോ കോഡ്, ഒരു കോഡും വേണ്ട അല്ലെങ്കിൽ കുറച്ച് കോഡ് മാത്രം എഴുതി നല്ല ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം. അത് ഡെവലപ്പ് ചെയ്തതിനു ശേഷം അതിൽ ഒരുപാട് ഇന്റഗ്രേഷൻസും കസ്റ്റമൈസേഷൻസും ഉണ്ടാവും. അവിടെയാണ് ASP.NET Core ഉപയോഗിക്കുന്നത്. പവർ BI എന്ന് പറയുന്നത് അവരുടെ ഒരു അനലിറ്റിക്സ് പ്ലാറ്റ്ഫോമാണ്. അവരുടെ റിപ്പോർട്ടിംഗ് ടൂള്, അവരുടെ ഇൻസൈറ്റ് ടൂൾ എന്ന് പറയും മൈക്രോസോഫ്റ്റിന്റെ. അപ്പൊ ഈ പവർ BI ഉപയോഗിച്ച് നമുക്ക് അതിനകത്ത് ഒരുപാട് കസ്റ്റമൈസേഷൻസ് വരുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ പല കമ്പനികളിൽ നമ്മൾ പവർ BI ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻസ് വരുന്നുണ്ട്. അതിനുപയോഗിക്കുന്നതും ഈ മൈക്രോസോഫ്റ്റിന്റെ വെബ് ടെക്നോളജീസും ഈ ASP.NET Core C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെയാണ്. അതുപോലെ പവർ ഓട്ടോമേറ്റ് എന്ന് പറയുന്നത് അവരുടെ ബിസിനസ് പ്രോസസ് മാനേജ്മെന്റ് ടൂളാണ്. അവരുടെ വർക്ക് ഫ്ലോകളും മറ്റുള്ളതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ടൂളാണ് പവർ ഓട്ടോമേറ്റ്. അതിനുമുള്ള ഡിഫോൾട്ട് അതിൽ കസ്റ്റമൈസേഷൻ വരുത്തണമെന്നുണ്ടെങ്കിലും ഇതാണ് ഈ ASP.NET Core'ും C# ആണ്. അതുപോലെ പവർ വിർച്വൽ ഏജന്റ്സ് എന്ന് പറയുന്നത് അവരുടെ ബോട്ടുകളാണ്, അവരുടെ ചാറ്റ് ബോട്ട് കസ്റ്റമൈസേഷൻ പല കാര്യങ്ങൾക്കും വേണ്ടി അവരുടെ ഇന്റേണൽ ബിസിനസിന് വേണ്ടി ഇന്റലിജൻസ് കൊടുക്കുന്ന ഇന്റലിജന്റ് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പവർ വിർച്വൽ ഏജന്റ്സ്. ഇതിന്റെയും കസ്റ്റമൈസേഷനും ഇന്റഗ്രേഷനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അഗൈൻ യു നീഡ് ASP.NET Core ആൻഡ് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇനി അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. ഈ അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഈ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഒരു ജൂനിയർ ഡെവലപ്പർ ആയിട്ടാണ്. ഒരു ജൂനിയർ ഡെവലപ്പർ ആയിട്ട് ജോയിൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ബാച്ച് ഓഫ് സ്റ്റുഡൻസ്, ഒരു 10 സ്റ്റുഡൻസ് ആണ് ഒരു ബാച്ചിലുള്ളെങ്കിൽ അവർ ആദ്യം തന്നെ ജോയിൻ ചെയ്യുന്നത് ഒരു ബഞ്ച് ഓഫ് ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് കൺവേർട്ട് ആവുക. സ്റ്റാർട്ടിങ് മുതലേ തന്നെ അവർ അജൈൽ മെത്തഡോളജീസ് ആദ്യം തന്നെ അവർ പഠിക്കുകയും അജൈൽ മെത്തഡോളജീസ് ആയ സ്ക്രം, കാൻബാൻ, XP. സ്ക്രം എന്ന് പറയുന്നത് ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ടൂളാണ്. കാൻബാൻ എന്ന് പറയുന്നത് മറ്റൊരു പ്രൊജക്ട് മാനേജ്മെന്റ് ടൂളാണ്. അത് പ്രാഥമികമായിട്ടും വളരെ ഹൈ ഫ്രീക്വൻസിയിൽ ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ഫ്രെയിംവർക്കാണ്. XP എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്പർ സെൻട്രിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ്, അജൈൽ മെത്തഡോളജിയാണ്. ഇതെല്ലാം അജൈൽ മെത്തഡോളജീസ് ആണ്. ഈ അജൈൽ മെത്തഡോളജീസ് കമ്പൈൻ ചെയ്തിട്ടാണ്, ഈ 3 അജൈൽ മെത്തഡോളജീസ് കമ്പൈൻ ചെയ്ത് അതിലെ പ്രാക്ടീസസ് എല്ലാം ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തിട്ടാണ് ഈ ടീം, നിങ്ങൾ ഉൾപ്പെടുന്ന ടീം പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരു 10 ജൂനിയേഴ്സ് ഒരു ടീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഒരു സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എ പാനൽ ഓഫ്
സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്റെ കൂടെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഒരു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി തുടക്കം മുതലേ തന്നെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് നിങ്ങളെ ഈ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നിങ്ങളെ മെന്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് ഇതിന്റെ ഒരു രീതി. അപ്പൊ ആഫ്റ്റർ ഓൾ യു ആർ ബിൽഡിംഗ് എൻ എൻഡ് കീ സ്റ്റോൺ പ്രോജക്ട്. തുടക്കം മുതൽ അവസാനം വരെ വലിയൊരു പ്രൊജക്ട് ചെയ്യാണ്. അതിന്റെ ഭാഗമായി ചെറിയ 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 വർക്ക്ഷോപ്പുകളും ചെറിയ ചെറിയ അസൈൻമെന്റ്സും ചെറിയ ചെറിയ എക്സസൈസസും ഉണ്ടായിരിക്കും. ഈ ഓരോ വർക്ക്ഷോപ്പുകളും നിങ്ങൾ ഈ അജൈൽ മോഡലിൽ പ്ലാൻ ചെയ്യുകയും നിങ്ങളുടെ ടാസ്കുകൾ പ്ലാൻ ചെയ്യുകയും അത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയും ഫൈനലി നിങ്ങൾ അത് ഡെമോ ചെയ്യുകയും നിങ്ങൾ ഡെലിവർ ചെയ്യും, ഇതെല്ലാം നിങ്ങൾ പ്രസന്റ് ചെയ്യുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അജൈൽ മെത്തഡോളജീസ് ഡെയിലി ബേസിൽ പ്രാക്ടീസ് ചെയ്യുകയും അതിന്റെ പ്ലാനിങ് സെഷൻ, ഡെയിലി സ്ക്രം മീറ്റിംഗ്സ്, റെട്രോസ്പെക്റ്റീവ്സ് ഇതുപോലുള്ള പ്രാക്ടീസ് എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും എക്സ്പിയിലെ പല പ്രാക്ടീസായ പെയർ പ്രോഗ്രാമിംഗ്, അതുകൂടാതെ ഈ ടെസ്റ്റ് ഇവന്റ് ഡെവലപ്മെന്റ്, പിയർ റിവ്യൂ, ഇവ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡെയിലി ബേസിൽ ചെയ്തിട്ടായിരിക്കും ഇതിൽ പോവുക. അപ്പോൾ ഇത് വലിയ കമ്പനികളിൽ തന്നെ tier 1 കമ്പനികളിൽ തന്നെ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ബേസ്ഡ് ടീമുകൾ മാത്രം ചെയ്യുന്ന അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ പല പ്രോജക്റ്റുകൾ പല മൊഡ്യൂളുകൾക്ക് വേണ്ടി ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാവുകയും യു വിൽ ബിക്കം എൻ എക്സ്പേർട്ട് ഇൻ ഇറ്റ്. ഇങ്ങനെയാണ് അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നിങ്ങളെ ഇത് ചെയ്യുന്നത്, അതായത് നിങ്ങളെ ഷേപ്പ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുക. അതിലൊന്നാണ് സ്പ്രിന്റ് പ്ലാനിങ്, അജൈൽ എസ്റ്റിമേഷൻ ഗെയിംസ്, അതായത് നിങ്ങളുടെ ടാസ്കുകളെല്ലാം നിങ്ങൾ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഓവറോൾ പ്രോജക്ട്സ് നിങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ പീസുകളാക്കി ചെറിയ ഒരു 6 months പ്രോജക്റ്റ് ആണെങ്കിൽ നിങ്ങളൊരു 1-2 മാസം കൂടുതൽ അല്ലെങ്കിൽ ഒരു 6 weeks ഒക്കെ ഉള്ള എപ്പിക്സ് ആക്കി മാറ്റി, ബിഗ് ഫീച്ചേഴ്സ് എപ്പിക്സ് ആക്കി മാറ്റി ഈ ഓരോ എപ്പിക്സിന്റെയും യൂസർ സ്റ്റോറീസ് നിങ്ങൾ ഡിഫൈൻ ചെയ്ത് ബാക്ക്ലോഗ് നിങ്ങൾ ഗ്രൂം ചെയ്ത് നിങ്ങൾ ഇതിനെല്ലാം എസ്റ്റിമേറ്റ് ചെയ്ത് ഇതിനെ ചെറിയ സ്പ്രിന്റുകളാക്കി ഓരോ വീക്ക്ലി സ്പ്രിന്റുകളായിട്ടാണ് നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യേണ്ടത്. ഓരോ ആഴ്ചയും കൂടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡെലിവറി ഉണ്ടാവും. ആ ഡെലിവറിക്ക് വേണ്ട ഐറ്റംസും ടാസ്കുകളെല്ലാം നിങ്ങൾ ഡിഫൈൻ ചെയ്ത് അതിനെ എസ്റ്റിമേറ്റ് ചെയ്ത് ഡെയിലി സ്ക്രം മീറ്റിംഗ്, ചിലപ്പോൾ 1-2 പ്രാവശ്യം ഡെയിലി സ്ക്രം മീറ്റിംഗ് ഉണ്ടാവുന്നത്. അതുകൂടാതെ ടെസ്റ്റ് ഇവന്റ് ഡെവലപ്മെന്റ് ഉപയോഗിച്ച് പെയർ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾ ഇത് ഡെലിവറി ചെയ്യുക. ഫൈനലി യു വിൽ ഡെമോൺസ്ട്രേറ്റ് യുവർ വീക്ക്ലി അച്ചീവ്മെന്റ്. നിങ്ങൾ ഈ ആഴ്ച എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഡെലിവർ ചെയ്യുന്നത് അത് നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും, നിങ്ങളത് പ്രസന്റ് ചെയ്യും, അതിനെ റിവ്യൂ ചെയ്യും, അതിനെ റിട്രോസ്പെക്ട് ചെയ്യും, അതിൽ എന്തൊക്കെല്ലാം പ്രോബ്ലംസ് വന്നു എന്നുള്ളത് മനസ്സിലാക്കി ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ട് അതിന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അത് അടുത്ത സ്പ്രിന്റിൽ അതിനേക്കാൾ ഇംപ്രൂവ്ഡ് ആയിട്ട് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ലീൻ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുക. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് ടൂളുകൾ യൂസ് ചെയ്യും. അതിലൊന്നാണ് കാൻബാൻ ബോർഡ്. കാൻബാൻ ബോർഡ് ഫിസിക്കൽ ആയിട്ടുള്ള ബോർഡ് ഉണ്ടാവും, ഡിജിറ്റൽ ആയിട്ടുള്ള ബോർഡ്. ഫിസിക്കൽ ആയിട്ടുള്ള ബോർഡ് നിങ്ങളുടെ ഈ ചുമരിൽ ബോർഡുകൾ ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഓരോ പ്രോജക്റ്റിനും ബോർഡുകൾ ഉണ്ടായിരിക്കും. അതുകൂടാതെ ട്രെല്ലോ എന്ന് പറയുന്ന ടൂൾ നിങ്ങൾ അതിൽ ഡിജിറ്റൽ ഫോമിൽ നിങ്ങൾ യൂസ് ചെയ്യണ്ടാവും. നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി ബേൺ ഡൗൺ ചാർട്ട്സ് യൂസ് ചെയ്യേണ്ടായിരിക്കും. അതുപോലെ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടാസ്ക് എസ്റ്റിമേഷന് വേണ്ടി പോക്കർ എസ്റ്റിമേഷൻ ഗെയിം, പോക്കർ എസ്റ്റിമേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ എസ്റ്റിമേറ്റ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾ പ്രൊജക്ട് മാനേജ്മെന്റിന്റെയും ട്രാക്കിന്റെയും ഭാഗമൊക്കെ ആയിട്ട് പഠിക്കും. അതിൽ നിങ്ങൾ അജൈൽ മെത്തഡോളജീസ് പഠിച്ചു, അതിന്റെ പ്രാക്ടീസ് ആയ ഒരുപാട് ഈ ബാക്ക്ലോഗ് ഗ്രൂമിംഗ് പഠിച്ചു, പ്രോജക്ട് മാനേജ്മെന്റ് പഠിച്ചു, QA ഈ ടെസ്റ്റ് ഇവന്റ് ഡെവലപ്മെന്റ് പഠിച്ചു, പ്രോജക്ട് ട്രാക്കിംഗ് അതിന്റെ ടൂളുകളും മറ്റുള്ളതൊക്കെ ഉപയോഗിച്ച് ട്രാക്കിംഗ് പഠിച്ചു, അതുപോലെ ജിറ പോലുള്ള ടൂളുകൾ പഠിച്ചു. ഇതെല്ലാം പഠിച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്തതായി ഈ പ്രോജക്ട് ഓറിയന്റഡ് ലേണിംഗ് ആണ്. ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട്, അതായത് ഈ ലേണിംഗിന്റെ ഭാഗമായിട്ട്, ഈ ബൂട്ട് ക്യാമ്പിന്റെ ഭാഗമായിട്ട് തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ഒരു കീ സ്റ്റോൺ പ്രോജക്റ്റ് ആണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ബിസിനസ് ഡൊമൈൻ അതിനെ ബേസ് ചെയ്ത് ഒരു വെബ് ആപ്ലിക്കേഷൻ, ക്ലൗഡ് നേറ്റീവ് വെബ് ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് എന്ന് പറയുന്നത് ASP.NET Core ഓൺ ദ ബാക്ക് എൻഡ്, Angular ഓൺ ദ ഫ്രണ്ട് എൻഡ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട് എൻഡ് ടെക്നോളജീസ് HTML, CSS, JavaScript ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു സിസ്റ്റം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ്സ്, നിങ്ങൾ അതിനെ കോൺസെപ്റ്റലൈസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് റിക്വയർമെന്റ്സ് നിങ്ങൾ സ്റ്റഡി ചെയ്യും, എന്ത് ഫീച്ചറാണ് അതിന്റെ സ്കോപ്പ്, ആദ്യം സ്കോപ്പ് ഓഫ് വർക്കുമായിട്ടാണ് വരിക. എന്നിട്ട് അതിനെ നിങ്ങൾ പ്ലാൻ ചെയ്ത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ആ പ്ലാനിങ് ഗെയിം നിങ്ങൾ പഠിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ അതിന്റെ റിക്വയർമെന്റ് അനാലിസിസ് പഠിക്കും, റിക്വയർമെന്റ്സ് എഞ്ചിനീയറിംഗ് ചെയ്യും. അതിന് വേണ്ട ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഈ
ഇതിന്റെ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ, അതിന്റെ എസ്റ്റിമേഷൻ, യൂസർ സ്റ്റോറീസ്, എപ്പിക്സ്, യൂസർ സ്റ്റോറീസ്, അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡിഫൈൻ ചെയ്യും. ഇതെല്ലാം നിങ്ങൾ ബാക്ക്ലോഗ് ഐറ്റംസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ഇതിനെ എസ്റ്റിമേറ്റ് ചെയ്യും, പ്ലാൻ ചെയ്യും. ദെൻ യു വിൽ അനലൈസ്, ടെക്നിക്കലി അനലൈസ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഈ റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ സിസ്റ്റം ഡിസൈൻ ചെയ്യും, UI UX ഡിസൈൻ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഡെവലപ്മെന്റിലേക്ക് കടക്കും. പിന്നെ ഫൈനലി നിങ്ങൾ ഇതിനെ ടെസ്റ്റ് ചെയ്യും, QA നടത്തിയിട്ട് ഇതിനെ ഡിപ്ലോയ് ചെയ്യും, അത് ക്ലൗഡിലേക്ക് ഡിപ്ലോയ് ചെയ്യും. ഇതൊരു റിയൽ ലൈഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റിയൽ ലൈഫ് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് നിങ്ങൾ എങ്ങനെയാണ് ഒരു മെച്യൂർഡ് കമ്പനിയിൽ ഡെവലപ്പ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിൽ കൂടെ നിങ്ങൾ ഈ 6 months 7 months കൊണ്ടുകൂടി പോകും. അതും ഗൈഡഡ് ബൈ എ ബഞ്ച് ഓഫ് വെരി എക്സ്പീരിയൻസ്ഡ് മെന്റേഴ്സ്, വെരി എക്സ്പീരിയൻസ് സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. ഒരുപാട് സീരിയസ് ആയിട്ടുള്ള വളരെ പ്രൊഡക്ഷൻ ലെവൽ ഗ്രേഡുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്ത, വളരെയധികം ഇൻഡസ്ട്രി പ്രോജക്ട്സ് ഡെവലപ്പ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കൂടെയാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. മാത്രമല്ല ഡെക്കേഡ്സിന്റെ എക്സ്പീരിയൻസ് ഉള്ള വലിയ വലിയ കമ്പനികളിൽ എക്സ്പീരിയൻസ് ഉള്ള മാസ്റ്റർ ആർക്കിടെക്ട്സും അതുപോലെ എഡ്യൂക്കേഷനേഴ്സും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും കൂടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഈ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ബൂട്ട് ക്യാമ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ദർ ഇസ് എ വെരി സ്ട്രക്ചേർഡ് ആൻഡ് വെൽ ടെസ്റ്റഡ്, ബാറ്റിൽ ടെസ്റ്റഡ് പ്രൂവൺ ഫ്രെയിംവർക്ക് ആണ് ഈ ബൂട്ട് ക്യാമ്പ്. ഈ ബൂട്ട് ക്യാമ്പിന്റെ ഡിസൈൻ, ഈ കരിക്കുലം അതിനെ ബേസ് ചെയ്തിട്ടാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ് നിങ്ങൾ ഇതിൽ കൂടെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡെയിലി ബേസിൽ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ആണ്. അതിന്റെ എല്ലാ ടെക്നിക്സും ടൂൾസും മെത്തഡോളജീസും പ്രോസസ്സും ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതും അജൈൽ മെത്തഡോളജീസ് യൂസ് ചെയ്തിട്ട് അജൈൽ പ്രാക്ടീസസ് ഡെയിലി ബേസിൽ ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നത്. ഇനി ഇതിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിനെ ബേസ് ചെയ്ത് അതിന്റെ ഓരോ ഫേസസിലൂടെ നിങ്ങൾ കടന്നു പോകും. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രൊജക്ട് പ്ലാനിങ് ചെയ്യും, റിക്വയർമെന്റ്സ് എഞ്ചിനീയറിംഗ് ചെയ്യും, സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈനിലേക്ക് പോകും, UI UX ഡിസൈനിങ് ചെയ്യും, ഡൊമൈൻ മോഡലിംഗ് എന്ന് പറയുന്ന വളരെ ഹൈലി സോർട്ട് ആഫ്റ്റർ ആയ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കിൽ നിങ്ങൾ ചെയ്യും. ഈ ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ്, TDD, ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ മാത്രം ചെയ്യുന്ന ടെക്നിക്കാണ്. ഇത് XP എന്ന് പറയുന്ന എക്സ്ട്രീം പ്രോഗ്രാമിംഗിന്റെ ആ മെത്തഡോളജിയുടെ ഭാഗമായിട്ടുള്ള ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ്. അതിനുള്ള ഫ്രെയിംവർക്കുകൾ, ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്കുകൾ, ഫ്രണ്ട് എൻഡിൽ ടെസ്റ്റ് TDD ഫ്രെയിംവർക്ക്സ് ഉണ്ട്, ബാക്ക് എൻഡിലുണ്ട്, ഇന്റഗ്രേഷൻ ലെവലിലുണ്ട്. പിന്നെ നിങ്ങൾ ഡിസൈൻ പാറ്റേൺസ്, ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഡിസൈൻ പാറ്റേൺസ്, ആർക്കിടെക്ചർ പാറ്റേൺസ്, ഡിസൈൻ പാറ്റേൺസ് എന്നൊക്കെ പറയുന്നത് പല ഈ ഏറ്റവും ബെസ്റ്റ് ടൈപ്പ് ഓഫ് കോഡിങ്ങിലും പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ പ്രൊജക്ട് ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ അധികം മെത്തേഡുകളാണ് ഡിസൈൻ പാറ്റേൺസ്. പ്രോബ്ലം സൊല്യൂഷൻ പെയർ എന്ന് പറയും, കോമൺ പ്രോബ്ലം സൊല്യൂഷൻ പെയർ ബൈ ദ എക്സ്പേർട്സ്. ഒരുപാട് എക്സ്പേർട്സിന്റെ ഒരുപാട് വർഷങ്ങളുടെ നോളജ് സമ്മറൈസ് ചെയ്ത് ക്യാപ്സുൽ രൂപത്തിലാക്കി കൊണ്ടുവന്നിട്ടുള്ള കുറെ നോളജാണ് ഡിസൈൻ പാറ്റേൺസ്. അത് നിങ്ങൾ പഠിച്ച് സ്ട്രക്ചറെ പഠിച്ച് നിങ്ങളുടെ കോഡിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. പിന്നെ CI/CD, കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ആൻഡ് CD, കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ്. ഇത് നിങ്ങൾ ഓട്ടോമാറ്റിക് ഡെലിവറി, ഒരു ബട്ടൺ ക്ലിക്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെക്ക്ഔട്ട് ചെയ്ത് ബിൽഡ് ചെയ്ത് പാക്കേജ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് പാക്കേജ് ചെയ്ത് എന്നിട്ട് ഡിപ്ലോയ് ചെയ്യാവുന്ന ഈ ടൂളുകൾ. ഇപ്പോൾ നിങ്ങൾ ഇതിൽ യൂസ് ചെയ്യുന്നത് Azure DevOps എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് DevOpsലേക്ക് അല്ലെങ്കിൽ Azureലേക്ക് നിങ്ങൾ ഡിപ്ലോയ് ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ CI/CD ടൂൾ. അപ്പൊ CI/CD പ്രിൻസിപ്പൽ പഠിച്ച് ആ CI/CD പ്രാക്ടീസ് ചെയ്ത് അത് ആ സ്കില്ല് ഗെയിൻ ചെയ്യും. അതുപോലെ ഈ എല്ലാ മെമ്പേഴ്സും, നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, ഒരു ബാച്ച് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എല്ലാ മെമ്പേഴ്സും ഇതിലെല്ലാ പ്രാക്ടീസസും, നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസസും പല പ്രാവശ്യം നിങ്ങൾ പെർഫോം ചെയ്തു, അത് പ്രാക്ടീസ് ചെയ്താലും മിസ്റ്റേക്കുകൾ വരുത്തി ആ മിസ്റ്റേക്കുകൾ നിങ്ങളുടെ മെന്റേഴ്സ് കറക്റ്റ് ചെയ്ത് വീണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ പെർഫെക്റ്റ് ചെയ്തിട്ടാണ് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ. ഇത് വളരെ ഐട്രേറ്റീവ് ആൻഡ് ഇൻക്രിമെന്റൽ മോഡലാണ് നിങ്ങൾ ചെയ്യുക. ആദ്യം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് കുറച്ച് നിങ്ങൾ ആപ്ലിക്കേഷൻ ഒരു പീസ് ഓഫ് അല്ലെങ്കിൽ ഒരു ഇൻക്രിമെന്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി അതിന് കൂടെ വീണ്ടും ആഡ് ചെയ്ത് ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് ദ പ്രീവിയസ് മൊഡ്യൂൾസ്, അങ്ങനെ ആഡ് ചെയ്ത് നിങ്ങളുടെ ലേണിങ്ങും നിങ്ങളുടെ ഡെവലപ്മെന്റും ഐട്രേറ്റീവ് ആൻഡ് ഇൻക്രിമെന്റൽ മോഡലാണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഹോൾ പ്രോഗ്രാം, നിങ്ങളുടെ എല്ലാ പ്രോഗ്രാം, ഒരു 6 months 7 months ഉള്ള പ്രോഗ്രാം മൾട്ടിപ്പിൾ മോഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അതുപോലെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ്, ഓവറോൾ പ്രോജക്റ്റ്
മൾട്ടിപ്പിൾ ചെറിയ ചെറിയ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് നിങ്ങൾ ഇറ്ററേറ്റീവ് ആയിട്ട് ഓരോ പീസ് ബൈ പീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത്, അപ്പോൾ ആ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ട സ്കിൽസ് എന്താണോ നിങ്ങൾക്ക് ആവശ്യം. ഇപ്പോൾ വെബ് ഡെവലപ്പ് ചെയ്യേണ്ട ഏരിയ ആണെങ്കിൽ വെബ് ഡെവലപ്മെന്റിന് വേണ്ട സ്റ്റാക്കുകൾ നിങ്ങൾ പഠിക്കും. UI/UX ഡിസൈൻ ചെയ്യുന്ന സമയമാകുമ്പോൾ അതിന് വേണ്ട ടെക്നോളജികൾ നിങ്ങൾ പഠിക്കും, അതിന്റെ മെത്തേഡുകൾ നിങ്ങൾ പഠിച്ച് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾ എന്താണ് എപ്പോഴാണ് ആവശ്യമുള്ളത് അത് പഠിക്കുക, അത് ഉപയോഗിച്ചിട്ട് അതൊക്കെ ബിൽഡ് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് അടുത്തതിലേക്ക് മൂവ് ചെയ്യുക. ഇങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ്. ഇത് നിങ്ങൾ ടീം വർക്കായിട്ടും ചെയ്യാറ്, ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള വിധത്തിലല്ല, നിങ്ങൾ ഒരു ടീമായിട്ടാണ് ചെയ്യുക. അപ്പോൾ ഈ ടീം മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള ഒരുപാട് കൊളാബറേഷൻ നടക്കുകയും ഓരോ ടീം മെമ്പേഴ്സിന്റെയും നിന്നുള്ള ഒരുപാട് ഷെയർഡ് എക്സ്പീരിയൻസസ്, ഷെയർഡ് നോളജ്, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുകയും അതിന്റെ എല്ലാം ബെനിഫിറ്റോടുകൂടി ഒരു വളരെ സ്ട്രോങ് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക്. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പല മെത്തേഡുകളും ടെക്നോളജികളും. ഇതിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ടീം വർക്കിന്റെയും നിങ്ങളുടെ ഈ ട്രെയിനിങ് മെത്തഡോളജിയുടെയും പവർ കൊണ്ട് വളരെ ഈസി ആയി നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മിസ്റ്റേക്കുകൾ വരുത്തി ഡെഫിനറ്റ്ലി അത് ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഇപ്പോൾ. അതുകൂടാതെ ഓരോ മൊഡ്യൂളിന് ശേഷം ഇവാലുവേഷൻസ് ഉണ്ടായിരിക്കും. ഈ ഇവാലുവേഷൻസ് നിങ്ങൾ തന്നെ റിട്രോസ്പെക്ട് ചെയ്ത് പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത്, എന്നിട്ട് നിങ്ങൾ കോമൺ ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്ത് അതിനെങ്ങനെ റെക്ടിഫൈ ചെയ്യാന്നുള്ള പ്ലാൻ ഉണ്ടാക്കി അത് അടുത്ത ഇറ്ററേഷൻ അല്ലെങ്കിൽ സ്പ്രിന്റിൽ അത് ഫിക്സ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് ഒരേ കാര്യം തന്നെ പല മൊഡ്യൂളുകളിൽ, പല ലെവലുകളിൽ, പല ഡെപ്തിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത്, നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് അതിന് ക്ലീൻ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അതിന് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് റീഇൻഫോഴ്സ് ചെയ്ത് നിങ്ങളുടെ ലേണിംഗ് റീഇൻഫോഴ്സ് ചെയ്ത് മാസ്റ്റർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ASP.NET Core ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ബൂട്ട് ക്യാമ്പ്. ഇനി ഇതിൽ നിങ്ങൾ പഠിക്കുന്ന ഫ്രെയിം വർക്കുകൾ എന്തെല്ലാമാണ് നോക്കാം. ഫ്രെയിം വർക്കുകളും ടെക്നോളജീസും, നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് ആൻഡ് ഫ്രെയിംവർക്സ്. പ്രാഥമികമായി HTML നിങ്ങൾ പഠിക്കും. HTML എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലയന്റ് സൈഡ് വെബ് ടെക്നോളജിയാണ്. ഒരു വെബിന്റെ ഡിഫോൾട്ട് ലാംഗ്വേജ് ആണ് HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇത് വെബ് പേജ് കണ്ടന്റ് ഓതറിങ്ങിന് വേണ്ട ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ലാംഗ്വേജ് ആണ്, ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML. CSS എന്ന് പറയുന്നത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, അത് ക്ലയന്റ് സൈഡ് വെബ് ടെക്നോളജിയാണ്. അത് വെബ് പേജ് സ്റ്റൈൽ, HTML പേജസിന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് CSS. അത് നമ്മൾ CSS3 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. HTML നമ്മൾ HTML5 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ക്ലയന്റ് സൈഡിൽ HTML വെബിൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ. പിന്നെ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത് പ്രാഥമികമായും റെസ്പോൺസീവ് വെബ് ഡിസൈനിന് വേണ്ടിയുള്ളതാണ്. റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത് സാധാരണ പഴയ വെബ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഒരു ഡെസ്ക്ടോപ്പിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഡെസ്ക്ടോപ്പ് ബേസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് മൊബൈലിൽ എടുത്ത് നോക്കുമ്പോൾ അതിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവില്ല. ഒരു റെസ്പോൺസീവ് വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് ഡെസ്ക്ടോപ്പിൽ നമ്മൾ കാണുകയാണെങ്കിൽ, ഒരു ലാപ്ടോപ്പിലോ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലോ നമ്മൾ കാണുകയാണെങ്കിൽ ആ ഒരു ലാൻഡ്സ്കേപ്പ് മോഡലിൽ വളരെ വ്യക്തമായിട്ട് കാണും. മൊബൈലിലേക്ക് മാറുകയാണെങ്കിൽ അതിന്റെ ലേഔട്ട് മാറി മൊബൈൽ സ്പെസിഫിക് ആയിട്ട് മാറും, മൊബൈലിന് വേണ്ടിയിട്ട് റീഓർഗനൈസ് ചെയ്യാൻ സെൽഫായിട്ട്. ഇനി അതൊരു ടാബ്ലറ്റിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ സൈസിനനുസരിച്ച്, അപ്പോൾ സ്ക്രീൻ സൈസിനനുസരിച്ചും അതിന്റെ ലേഔട്ടിനനുസരിച്ചും അതിന്റെ ഓറിയന്റേഷൻ അനുസരിച്ചും ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന റെസ്പോൺസീവ് വെബ് ഡിസൈന് വേണ്ട ഒരു ഫ്രെയിംവർക്കാണ് ബൂട്ട്സ്ട്രാപ്പ്. ഇനി ജാക്വറി എന്ന് പറയുന്ന ഒരു ക്ലയന്റ് സൈഡ് വെബ് ടെക്നോളജി നിങ്ങൾ പഠിക്കും. അതുകൂടാതെ ഈ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ട ആംഗുലാർ നിങ്ങൾ പഠിക്കും. ഇതൊരു ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്കാണ്. പിന്നെ സ്വാഗർ എന്ന് പറയുന്നത് ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. API മാനേജറിന് വേണ്ടിയുള്ള API ഡോക്യുമെന്റ് ചെയ്യുന്നതിനും ആ API നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ഫ്രെയിംവർക്കാണ് സ്വാഗർ. ഇത് ഓപ്പൺ API എന്ന് പറയുന്ന ഒരു വെബ് അല്ലെങ്കിൽ API ഡിസൈൻ ചെയ്യാൻ API സ്കിമ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആണ് ഓപ്പൺ API. അതായത് വെബ് APIs അല്ലെങ്കിൽ ഇത് നമ്മുടെ റെസ്റ്റ്ഫുൾ APIs ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള, അതിന്റെ സ്കിമ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള, അതിന്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് ഓപ്പൺ API. ഈ ഓപ്പൺ API ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്കാണ് സ്വാഗർ. ഈ സ്വാഗർ നമ്മളുടെ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ API ഡെവലപ്പേഴ്സിന്റെയും ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സിന്റെയും ഇടയിലുള്ള ഒരു കോൺട്രാക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ ഹൈ ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് സ്വാഗർ. അടുത്തത് ASP.NET Core Blazor എന്ന് പറയുന്ന വെബ് ഫ്രെയിംവർക്ക്. ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും നമുക്ക് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച്
നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ HTML വേണ്ട, JavaScript ഒന്നും വേണ്ട, നമുക്ക് C# ഉപയോഗിച്ചിട്ട് ഫുൾ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ഫ്രെയിംവർക്കാണ് ASP.NET Core Blazor എന്ന് പറയുന്നത്. Razor Pages എന്ന് പറയുന്നത് ഇതൊരു ടെംപ്ലേറ്റിംഗ് എഞ്ചിനാണ്. ഇത് നമ്മളുടെ ASP.NET Core MVC അല്ലെങ്കിൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് വെബ് പേജസ് വളരെ ഈസി ആയിട്ട് റീയൂസബിൾ ആയിട്ടുള്ള മോഡൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് Razor Pages. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ Entity Framework Core EF Core പഠിക്കുന്നുണ്ട്, Signal R ഇതിൽ പഠിക്കുന്നുണ്ട്, gRPC എന്നുള്ളത് പഠിക്കുന്നുണ്ട്. EF Core നമ്മൾ പറഞ്ഞ പോലെ ഒരു നമ്മുടെ ഒബ്ജക്ട് റിലേഷണൽ മാപ്പിംഗ് ടൂൾ ആണ്. അത് ഡാറ്റ ആക്സസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ്. Signal R എന്ന് പറയുന്നത് നമുക്ക് ഒരു പുഷ് നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയുള്ള ഒരു ടൂളാണ്. gRPC എന്ന് പറയുന്നത് നമുക്ക് ചാറ്റ് ബോട്ട് ഒക്കെ പോലുള്ള റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള കുറച്ച് ടൂളുകളെ കുറിച്ച് നമുക്ക് നോക്കാം. അതിൽ ഗിറ്റ് എന്ന് പറയുന്ന സോഴ്സ് കൺട്രോൾ ഓർ വേർഷൻ കൺട്രോൾ. നമ്മൾ ഒരു ടീമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സോഴ്സ് കോഡ് നമുക്ക് ഷെയർ ചെയ്യുന്നതിനും സേഫ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുന്നതിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് കൺട്രോൾ അല്ലെങ്കിൽ വേർഷൻ കൺട്രോൾ, അതിന് മൾട്ടിപ്പിൾ വേർഷൻസ് ആയിട്ട് ഓരോ വേർഷൻസ് നമുക്ക് മാനേജ് ചെയ്യുന്ന ഒരു ടൂൾ, ഒരു സ്റ്റാൻഡേർഡ് ആണ് ഗിറ്റ്. ആ ഗിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള മൈക്രോസോഫ്റ്റ് ആണ് ഇപ്പോൾ ഓണറായിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററി പ്ലാറ്റ്ഫോമാണ് ഗിറ്റ് ഹബ്. അപ്പൊ ഗിറ്റും ഗിറ്റ് ഹബും പഠിക്കും. പിന്നെ ഫിഗ്മ എന്ന് പറയുന്ന UI UX ഡിസൈനിങ്. ഈ ഫിഗ്മ തന്നെ ഒരു നല്ല തരക്കേടില്ലാത്ത നല്ല സാലറിയുള്ള ജോബ് കിട്ടുന്ന ഒരു സ്കില്ലാണ് ഫിഗ്മ. ഫ്രണ്ട് എൻഡ് ഡിസൈനിങ്, UI ഡിസൈനിങ്, ഇപ്പൊ മൊബൈലിനും വെബിനും വേണ്ടി UI UX യൂസർ എക്സ്പീരിയൻസ്, യൂസർ ഇന്റർഫേസും യൂസർ എക്സ്പീരിയൻസും ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഫ്രെയിംവർക്കാണ് ഫിഗ്മ. ഒരു ഫ്രെയിംവർക്ക് അല്ല, ഒരു ടൂളാണ് ഫിഗ്മ. ഓക്കെ. ഇനി ട്രെല്ലോ എന്ന് പറയുന്ന പ്രൊജക്ട് മാനേജ്മെന്റ് ടൂൾ. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊജക്ടുകൾക്ക് മാത്രമല്ല പല വിധത്തിലുള്ള പല പ്രൊജക്ടുകളും നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന, മാനേജ് ചെയ്യാവുന്ന, ഇവിടെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും ഡാഷ്ബോർഡൊക്കെ ഉപയോഗിച്ച് പല ടാസ്ക് മാനേജ്മെന്റ് ചെയ്യാവുന്ന ഒരു ടാസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ് സിസ്റ്റമാണ് ട്രെല്ലോ. ഇനി Azure DevOps എന്ന് പറയുന്നത് Azure ക്ലൗഡിനകത്തേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ CI/CD അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ, ഒരു കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ് CI/CD ടൂളാണ് Azure DevOps. ഓക്കെ. ഇനി Azure ആപ്പ് സർവീസ് എന്ന് പറയുന്നത് നമുക്ക് Azure ക്ലൗഡിനകത്തുള്ള പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. അതായത് ഈ ആപ്പ് സർവീസിനകത്തേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ്, ഇപ്പൊ ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ ആയാലും ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ആയാലും അത് ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അത് ഈസി ആക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആണ് Azure ആപ്പ് സർവീസ്. അതുപോലെ Azure API മാനേജ്മെന്റ്. API മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് എൻഡിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പല APIകളും ആ APIകൾ പല സെക്യൂർഡ് ആയ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി, അതിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഫാസ്റ്റ് പ്ലാറ്റ്ഫോം സർവീസ് ആണ്, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആണ് Azure API മാനേജ്മെന്റ്. ഓക്കെ. ഇനി ഇതിൽ ഏതൊക്കെയാണ് ഓവറോൾ ഒരു ഇത് നമ്മുടെ ഒരു റോൾ ബേസ്ഡ് ആയിട്ട് എന്താ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ ടെക്നോളജീസ് പറഞ്ഞു, ഒരു റോൾ ബേസ്ഡ് ആയിട്ട് എന്താ കാര്യങ്ങൾ പഠിക്കും. ഒരു ഫ്രണ്ട് എൻഡ് വെബ് ഡെവലപ്മെന്റ് ആണ് ഒരു ഫസ്റ്റത്തെ കാര്യം പഠിക്കും. ക്ലയന്റ് സൈഡ് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ്, അതിന്റെ ഭാഗമായിട്ട് HTML CSS JavaScript ബൂട്ട്സ്ട്രാപ്പ് SPA അല്ലെങ്കിൽ Angular ടൈപ്പ് സ്ക്രിപ്റ്റ് ഇതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറായി മാറും, ഫ്രണ്ട് എൻഡ് വെബ് ഡെവലപ്പറായി മാറും. ഇനി UI UX ഡിസൈനിങ്. അപ്പൊ UX ഡിസൈനറായി മാറാൻ ഫിഗ്മ ഉപയോഗിച്ചിട്ട് ലോ ഫിഡലിറ്റി വയർ ഫ്രെയിംസും ഹൈ ഫിഡലിറ്റി മോക്കപ്സും നിങ്ങൾ ഫിഗ്മ ഉപയോഗിച്ചിട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിന്റെ UI UX ഫണ്ടമെന്റൽസ് നിങ്ങൾ പഠിക്കും. ഇനി വെബ് ഡെവലപ്മെന്റ് യൂസിങ് ASP.NET Core. അപ്പൊ നല്ലൊരു ബാക്ക് എൻഡ് ഡെവലപ്പർ ആവാനുള്ള, ഒരു ബാക്ക് എൻഡ് വെബ് ഡെവലപ്പർ ആവാനുള്ള സ്കില്ലുകൾ, അതായത് ASP.NET Core ഉണ്ട്, C# ഉണ്ട്, ASP.NET Core MVC ഉണ്ട്, Blazor ഫ്രെയിംവർക്ക് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ബാക്ക് എൻഡ് ഡെവലപ്പർ ആയിരുന്നു. ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെബ് ഡെവലപ്മെന്റ് അറിയുന്ന ഒരു വളരെ സീനിയർ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്പർ, Signal R, Blazor വെബ് അസംബ്ലി, gRPC, ഡൊമൈൻ മോഡലിംഗ്, ഡാറ്റ മോഡലിംഗ്, ഒബ്ജക്ട് റിലേഷണൽ മാപ്പിംഗ്, ഇതുപോലുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ്. ഇത് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു 4-5 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വെബ് ഡെവലപ്പർ ആയിട്ട് മാറാണ്. പിന്നെ ഡിപ്ലോയ്മെന്റ് ആൻഡ് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ പഠിക്കണം. അപ്പൊ നിങ്ങൾ ഒരു ക്ലൗഡ് എഞ്ചിനീയർ, ഒരു CI/CD എഞ്ചിനീയർ ആയിട്ട് മാറണം, ഈ സ്കില്ലുള്ള ഒരാളായിട്ട് മാറണം. അതോടൊപ്പം തന്നെ ഇതൊന്നും കൂടാതെ നിങ്ങൾ വളരെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കില്ലുകളായ ഫണ്ടമെന്റൽ സ്കിൽസ് ആയ SDLC, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ, അതിന്റെ ഭാഗമായിട്ട് പ്രൊജക്ട് പ്ലാനിങ്, റിക്വയർമെന്റ്സ് എഞ്ചിനീയറിംഗ്, സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈൻ, ഡെവലപ്മെന്റ്, ടെസ്റ്റിംഗ്,
ഡിപ്ലോയ്മെന്റ്, മെയിൻ്റനൻസ്, ഈ വക എല്ലാ സ്റ്റേജുകളിൽ കൂടെ നിങ്ങൾ കടന്നു പോവുകയും അതെല്ലാം പഠിക്കുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ഇവന്റ് ഡെവലപ്മെന്റ്, ഇത് QA ക്വാളിറ്റി അഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ടെസ്റ്റ് ഇവന്റ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാക്ക് എൻഡിലാണെങ്കിൽ നിങ്ങൾ XUnit, മോക്ക് എന്ന് പറയുന്ന ഫ്രെയിംവർക്കുകളും, ഫ്രണ്ട് എൻഡിലാണെങ്കിൽ ജാസ്മിൻ കർമ്മ എന്ന് പറയുന്ന ടൂളുകൾ ഫ്രണ്ട് എൻഡിലും അല്ലെങ്കിൽ ആംഗുലാറിലും, .NET ബാക്ക് എൻഡിൽ XUnit, മോക്ക് എന്നൊക്കെ പറയുന്ന ഫ്രെയിംവർക്കുകൾ നിങ്ങൾ പഠിക്കും. ഇനി ഡൊമൈൻ ഡ്രിവൻ ഡിസൈൻ, ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട് ലെവൽ സ്കില്ലാണത്. അത് ഈ ഒരു ബിസിനസ് സിസ്റ്റംസിനെ നമ്മൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി, അതിനെ അനലൈസ് ചെയ്യുന്നതിനും അതിനെ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സിസ്റ്റം ഇതാണ്. അത് മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് ഡൊമൈൻ ഡ്രിവൻ ഡിസൈൻ, DDD. ഇനി യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് UML ഉപയോഗിച്ചും അങ്ങനത്തെ ടൂളുകളും ഉപയോഗിച്ച് നിങ്ങൾ ആർക്കിടെക്ചർ ആൻഡ് സിസ്റ്റം ഡിസൈൻ നിങ്ങൾ ചെയ്യും. അത് ഹൈലി സ്കേലബിൾ ഹൈ ക്വാളിറ്റി സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കുറച്ച് ടെക്നിക്സ് നിങ്ങൾ പഠിക്കും. ഇനി അജൈൽ മെത്തഡോളജീസ്, നിങ്ങൾ ഒരു അജൈൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറും. അതിൽ നിങ്ങൾ സ്ക്രം പഠിക്കും, XP പഠിക്കും, ക്യാൻബാൻ പഠിക്കും, പിന്നെ CI/CD, TDD അതൊക്കെ പഠിച്ച് നിങ്ങൾ നല്ലൊരു അജൈൽ പ്രാക്ടീഷണറായി മാറും. ഇനി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടൂൾസിന്റെ സ്പെഷ്യലിസ്റ്റുകളാണ്. GitHub, Trello, Jira, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, IDE ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. പിന്നെ നിങ്ങൾ ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയഗ്രാംസ്.net, Draw.ai അതുപോലുള്ള ടൂളുകൾ നിങ്ങൾ പഠിക്കും. പിന്നെ ഫിഗ്മ, ഇത്തരം ടൂളുകളാണ് നിങ്ങൾ പഠിക്കുക. ഇനി നിങ്ങൾ എന്തെല്ലാമാണ് ഡെയിലി ബേസിൽ ചെയ്യുക? ഡെയിലി ബേസിൽ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഓരോ മോഡ്യൂളിൽ നിങ്ങൾ പ്രോജക്ട് പ്ലാനിങ് ഉണ്ടാവും, റിക്വയർമെന്റ്സ് എഞ്ചിനീയറിംഗ് പഠിക്കും. പ്രോജക്ട് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ബാക്ക്ലോഗ് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യും, എസ്റ്റിമേഷൻസ് ചെയ്യും. റിക്വയർമെന്റ്സ് എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് നിങ്ങൾ യൂസർ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യും, യൂസ് കേസ് ഡയഗ്രാംസ് ക്രിയേറ്റ് ചെയ്യും, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ UI/UX ഡിസൈനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഫിഗ്മ ഓരോ മൊഡ്യൂളിന് നിങ്ങൾ ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യും ഫിഗ്മ ഉപയോഗിച്ചിട്ട്. ലോ ഫിഡലിറ്റി വയർ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യും, ഹൈ ഫിഡലിറ്റി മോക്കപ്സ് ക്രിയേറ്റ് ചെയ്യും ഫിഗ്മ ഉപയോഗിച്ചിട്ട്. പിന്നെ സിസ്റ്റം അനാലിസിസ് ആൻഡ് സിസ്റ്റം ഡിസൈനിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓരോ മൊഡ്യൂളിനും ഡൊമൈൻ മോഡലിംഗ് ചെയ്യും, സിസ്റ്റം ആർക്കിടെക്ചർ ചെയ്യും, ഫ്രണ്ട് എൻഡ് ആർക്കിടെക്ചർ ചെയ്യും. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ ഏതൊക്കെ മൊഡ്യൂൾസ് ആണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് അതൊക്കെ എല്ലാം നിങ്ങൾ HTML, JavaScript, CSS ചെയ്യും. ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ആംഗുലാറിൽ ചെയ്യും. ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ നമ്മൾ ഈ റേസർ പേജസ്, ASP.NET, ബ്ലേസർ ഉപയോഗിച്ചിട്ട് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് എല്ലാം ചെയ്യും. ഇതൊക്കെയാണ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യും. ഇനി API ഡിസൈൻ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ OpenAPI, Swagger ഉപയോഗിച്ചിട്ട് നിങ്ങൾ API സ്കിമ ഡിസൈൻ ചെയ്യും. അതിൽ Swagger എഡിറ്റർ എന്ന് പറയുന്ന ഒരു എഡിറ്റർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ OpenAPI സ്റ്റാൻഡേർഡ്സ് ബേസ് ചെയ്തിട്ട് സ്കിമ ഡിസൈൻ ചെയ്യും, API സ്കിമ ഡിസൈൻ ചെയ്യും. ഇനി API ഡോക്യുമെന്റേഷൻ നിങ്ങൾ Swagger UI എന്ന് പറയുന്ന ഒരു ടൂളിലൂടെ നിങ്ങൾ API ഡോക്യുമെന്റേഷൻസ് മാനേജ് ചെയ്യും. പിന്നെ Swagger ടൂൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മോക്ക് സർവീസസ് ഡെവലപ്പ് ചെയ്യും. ഇനി Swagger UI ഉപയോഗിച്ചിട്ട് നിങ്ങൾ API ടെസ്റ്റിംഗ് ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം അപ്പൊ നിങ്ങൾ Swaggerലും OpenAPIയിലും ഒരു എക്സ്പേർട്ട് ആയിട്ട് മാറും. പിന്നെ ബാക്ക് എൻഡ് API ഡെവലപ്മെന്റ്, നിങ്ങൾ അതിന് ASP.NET Core MVC, Entity Framework Core, ബാക്ക് എൻഡ് ഡെവലപ്മെന്റിന്റെ എക്സ്പേർട്ട് ആയിട്ട് മാറും. ടെസ്റ്റ് ഇവന്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നല്ലൊരു ടെസ്റ്റ് ഇവന്റ് ഡെവലപ്പറായി മാറും. അവിടെ നിങ്ങൾ ടെസ്റ്റ് സിനാരിയോസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓട്ടോമേറ്റഡ് ടെസ്റ്റ് കേസസ് എഴുതും. നിങ്ങൾ ആക്ച്വൽ കോഡ് എഴുതുന്നതിന് മുമ്പ് ഓട്ടോമേറ്റഡ് ടെസ്റ്റ് കേസ് എഴുതുക. അപ്പോൾ അതാണ് ടെസ്റ്റ് ഇവന്റ് ഡെവലപ്മെന്റ്. ആദ്യം ടെസ്റ്റ് എഴുതുക, എന്നിട്ട് അത് ഫെയിൽ ആവുക, എന്നിട്ട് പിന്നെ നിങ്ങൾ ആക്ച്വൽ കോഡ് എഴുതുക, എന്നിട്ട് അത് പാസ് ആവുക. അതാണ് ടെസ്റ്റ് ഇവന്റ് ഡെവലപ്മെന്റ്. അപ്പോൾ ആ ടെക്നിക്കുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അത് ബഗ്സ് ഐഡന്റിഫൈ ചെയ്യാനും അത് ഫിക്സ് ചെയ്യാനും എല്ലാ ടെസ്റ്റുകളും പാസ്സാക്കാനും അങ്ങനെ നല്ല ഹൈ ക്വാളിറ്റി കോഡ് എഴുതാനും നിങ്ങൾ ഒരു എക്സ്പെർട്ട് ഡെവലപ്പേഴ്സ് ആയിട്ട് മാറും. പിന്നെ നിങ്ങൾ ഡെയിലി ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഗിറ്റും അതർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടൂൾസ് യൂസ് ചെയ്യും, ഗിറ്റ് വർക്ക് ഫ്ലോ യൂസ് ചെയ്യും, ബ്രാഞ്ചിങ് യൂസ് ചെയ്യും, ടാഗിങ് യൂസ് ചെയ്യും. അതുപോലെ ഡെവോപ്സ് ടൂൾസ്, CLI ടൂൾസ് ഫോർ ഡെവലപ്മെന്റ്, ഇതൊക്കെ നിങ്ങൾ ഡെയിലി ബേസിൽ യൂസ് ചെയ്യും. പിന്നെ നിങ്ങൾ അറ്റ് ദ എൻഡ് നിങ്ങൾ എന്ത് ചെയ്യും? Azure ക്ലൗഡിലേക്ക് Azure DevOps ഉപയോഗിച്ചിട്ട് പൈപ്പ്ലൈൻസ് ബിൽഡ് ചെയ്തിട്ട് ബിൽഡ് പൈപ്പ്ലൈൻസ് അല്ലെങ്കിൽ ഡിപ്ലോയ്മെന്റ് പൈപ്പ്ലൈൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഡിപ്ലോയ് ചെയ്യും. അതിൽ നിങ്ങൾ കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ് അല്ലെങ്കിൽ CI/CD പ്രോസസ് ഫോളോ ചെയ്യും. അത് Azure ആപ്പ് സർവീസിലേക്ക് ആയിരിക്കും നിങ്ങൾ ഡിപ്ലോയ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ഡെയിലി ബേസിൽ ചെയ്യുക. അതുകൂടാതെ നിങ്ങൾ ഡെയിലി ബേസിൽ നിങ്ങൾ നിങ്ങളുടെ ടീം മെമ്പേഴ്സായിട്ട് ഒരുപാട് കൊളാബറേഷൻസ് നടക്കും. നിങ്ങൾ ഒരുപാട് മീറ്റിംഗ്സ് ഉണ്ടാവും, ഒരുപാട് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാവും, ഒരുപാട് ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഒരുപാട് റെട്രോസ്പെക്ഷൻസ് ഉണ്ടാവും.
റിട്രോസ്പെക്ഷൻസ് ഉണ്ടാവും, പിന്നെ നിങ്ങൾ ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ടീം ആക്ടിവിറ്റീസ് ആവും. നിങ്ങളറിയാതെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽസും ടീം സ്കിൽസും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എന്തൊക്കെ സ്കില്ലുകളാണ് ഇതിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുക? ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ എന്തൊക്കെ സ്കിൽസ് വരും? ഒന്നാമത് പ്രൈമറിലി നിങ്ങളുടെ പ്രോഗ്രാമിംഗ് സ്കിൽസ്, എക്സലന്റ് പ്രോഗ്രാമിംഗ് സ്കിൽസും കിട്ടും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള അനലിറ്റിക്കൽ സ്കിൽസ് കിട്ടും. വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ടീം സ്കിൽസ് കിട്ടും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടായിരിക്കും. വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രസന്റേഷൻ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾ അറിയാതെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ ആർക്കിടെക്ചറൽ സ്കിൽസ്, ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യാനും ആർക്കിടെക്ട് ചെയ്യാനൊക്കെയുള്ള സ്കിൽസ് വരും. ഡൊമൈൻ മോഡലിംഗ് സ്കിൽസ് വരും. പല ടൂളുകളിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ട് മാറും. ഈ പറഞ്ഞ ഫ്രെയിംവർക്കുകളിലെല്ലാം നോളജും മാസ്റ്ററിയും നിങ്ങൾക്ക് ഉണ്ടാവും. ഫ്രണ്ട് ആൻഡ് ഡിസൈൻ സ്കിൽസ് നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ട് ആൻഡ് ഡെവലപ്മെന്റ് സ്കിൽസ് കിട്ടും. പ്രൊജക്ട് മാനേജ്മെന്റ് സ്കിൽസ്, ഈ സ്കിൽസ് എല്ലാം നിങ്ങൾ അറിയാതെ അക്വയർ ചെയ്യും. ഈ സ്കിൽസ് എല്ലാമാണ് വലിയ വലിയ കമ്പനികളിലേക്ക് ഹയർ ചെയ്യുമ്പോൾ അവിടുത്തെ ഹയറിംഗ് മാനേജേഴ്സ് നോക്കുന്ന സ്കിൽസ്. ഇതാണ് ഈ സ്കിൽസ് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളറിയാതെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ഭാഗമായിട്ട് മാറും. ഇനി ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഏത് രീതിയിലാണ്? നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഫൈൽ ഉണ്ടാവും. ഗിറ്റ് ഹബിൽ നിങ്ങൾ ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ടായിരിക്കും. മീഡിയം പോലുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ബ്ലോഗ് എഴുതിയിട്ടുണ്ടാവും. സ്റ്റാക്ക് ഓർ ഫ്ലോയിൽ മറ്റുള്ളതൊക്കെ നിങ്ങൾ ഒരുപാട് എൻട്രികളും ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ആൻസറിങ്ങും ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അഷൂറിൽ നിങ്ങൾ മെമ്പർഷിപ്പ് ഉണ്ടാവും. അഷൂർ ക്ലൗഡിൽ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഇനി ഈ പ്രോഗ്രാമിന്റെ ഒരു ഔട്ട്ലൈൻ, അതിന്റെ സിലബസ് ഒന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യം ഈ പ്രോഗ്രാം കിക്ക് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ പ്രോഗ്രാം കിക്ക് സ്റ്റാർട്ടിൽ നിങ്ങൾ ഈ സ്റ്റുഡൻസ് എല്ലാവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ട് ഓൺ ബോർഡ് ചെയ്യും. നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന, അപ്പൊ മാത്രമല്ല ഈ ഇൻട്രൊഡക്ഷൻസ്, നിങ്ങൾ ടീം മെമ്പേഴ്സിന് നിങ്ങളുടെ മെന്റേഴ്സിനൊക്കെ ആയിട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നിങ്ങളൊരു ടീം ആവും എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് എന്താണ്, നിങ്ങളുടെ കീ സ്റ്റോൺ പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ പിക്ചർ തരും. അതിന്റെ ഡിസൈനും സ്ക്രീനും അതിന്റെ ഫീച്ചേഴ്സ്, ഹൈ ലെവൽ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന ടൂൾസിൽ നിങ്ങൾ ഓൺ ബോർഡ് ചെയ്യും. പിന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന മെത്തഡോളജീസ്, ഇപ്പൊ അജൈൽ മെത്തഡോളജീസ്, സോഫ്റ്റ്വെയർ പ്രോജക്ട് മാനേജ്മെന്റ് മെത്തഡോളജീസ്, ഇതിലെല്ലാം നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടും ആദ്യം. പിന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇത് കഴിയുമ്പോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ള ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്യും, നിങ്ങളുടെ വിഷൻ ക്ലിയർ ആവും. അതാണ് പ്രോഗ്രാം സ്റ്റാർട്ടിലുണ്ട്. ഇനി നിങ്ങൾ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യണം. പ്രൊജക്ട് നിങ്ങൾ കാരണം ഒരു പ്രൊജക്ട് ആണല്ലോ ഡെവലപ്പ് ചെയ്യുന്നത്. ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആദ്യം ടൂളുകളിൽ സൈനപ്പ് ചെയ്യും. നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂളുകളിലെല്ലാം നിങ്ങൾ സൈനപ്പ് ചെയ്യും. അതിൽ ട്രെല്ലോ ഉണ്ടാവും, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ടൂൾ ആയിട്ടുള്ള നമ്മുടെ ഗൂഗിൾ വർക്ക് സ്പേസ്, പിന്നെ നിങ്ങളുടെ ID അതുപോലുള്ള കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആക്കും. പിന്നെ നിങ്ങളുടെ പ്രൊജക്ടിന്റെ സ്കോപ്പ് ഓഫ് വർക്ക്, നിങ്ങൾ ഒരു പ്രൊജക്ട് സ്കോപ്പ് ഓഫ് വർക്ക് ഡോക്യുമെന്റ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ഒന്നിച്ചൊരു ടീമായിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്യും. അതിന് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളെ അതിൽ വാക്ക് ത്രൂ ചെയ്ത് അതിനെ നിങ്ങൾ ആ പ്രൊജക്ട് സ്കോപ്പ് ഓഫ് വർക്കിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യും. പിന്നെ നിങ്ങൾ പ്രൊജക്റ്റിൽ നിങ്ങൾ ചെയ്യുന്ന ടാസ്കുകൾ അല്ലെങ്കിൽ അതിലെ ഫീച്ചേഴ്സിന്റെ ബാക്ക്ലോഗ്, നിങ്ങൾ എപ്പിക്സും ഫീച്ചേഴ്സും യൂസർ സ്റ്റോറീസ് എല്ലാം ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിനൊരു ഹൈ ലെവൽ എസ്റ്റിമേറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ പ്രൊജക്ടിനെ ടോട്ടൽ പ്രൊജക്ടിനെ നിങ്ങൾ എപ്പിക്കുകളായി തിരിച്ച്, മൈൽ സ്റ്റോൺസുകളായിട്ട് തിരിച്ച് അതിനൊരു ഡെലിവറി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ശാസ്ത്രീയമായി ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളെ പഠിപ്പിക്കും. എന്നിട്ട് മെന്റേഴ്സിന്റെ സഹായത്തോട് നിങ്ങൾ അത് ചെയ്ത് വളരെ നല്ല ഒരു പ്രോഡക്റ്റ് റോഡ് മാപ്പ് നിങ്ങൾ ഉണ്ടാക്കും. അതാണ് പ്രൊജക്ട് ഇനിഷ്യേഷൻ ആൻഡ് പ്ലാനിങ്ങിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫണ്ടമെന്റൽസ്. ഇനി നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് പഠിക്കണം. അത് നിങ്ങൾ സോഫ്റ്റ്വെയർ സിസ്റ്റംസ് എന്താണെന്ന് അറിയണം. അപ്പൊ സോഫ്റ്റ്വെയർ സിസ്റ്റംസിനെ കുറിച്ച് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ്, അതിൽ ഈ പറഞ്ഞ മാതിരി വെബ് ആപ്ലിക്കേഷൻസ്, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ്, ERP, CRM, ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ്, അതുപോലുള്ള സിസ്റ്റംസിനെ കുറിച്ചൊക്കെ. പിന്നെ ഡിഫറെന്റ് ഡൊമൈൻസ്, ഇപ്പൊ ഇ-കൊമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതുപോലെ സോഷ്യൽ മീഡിയ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു ഹൈ ലെവൽ ഓർമ്മ കിട്ടും. പിന്നെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടീമിൽ അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടീമിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് റോളുകൾ ഉണ്ടായിരിക്കും, ഏതൊക്കെ ടൈപ്പ് ഓഫ് ആളുകൾ. ഇപ്പോൾ ഡെവലപ്പേഴ്സ് ഉണ്ടായിരിക്കും, സിസ്റ്റം അനലിസ്റ്റുകൾ ഉണ്ടായിരിക്കും, ബിസിനസ് അനലിസ്റ്റ് ഉണ്ടാവും, ആർക്കിടെക്ട്സ് ഉണ്ടാവും, പ്രോജക്ട് മാനേജർ ഉണ്ടാവും, QA എഞ്ചിനീയർ, ടെസ്റ്റിംഗ് എഞ്ചിനീയർ ഉണ്ടാവും, ഡെവോപ്സ് എഞ്ചിനീയർ ഉണ്ടാവും. ഈ റോളുകളെല്ലാം നിങ്ങൾ ഫെമിലറൈസ് ചെയ്യും. അതിന്റെ റെസ്പോൺസിബിലിറ്റി, ഓരോ റോളുകളുടെ റെസ്പോൺസിബിലിറ്റി എന്താ, ഇവരൊക്കെ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുക, ഇവരെങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ പഠിക്കും. എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും, നിങ്ങൾ ആ റോളുകൾ പ്ലേ ചെയ്യും. പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ, അതിൽ ഏതൊക്കെ ഫേസുകളിൽ കൂടിയാണ് പോവുക, ഓരോ ഫേസിലും എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുക, അതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് റോളുകളാണ്, ഏതൊക്കെ ആൾക്കാരാണ് പങ്കെടുക്കുക,
എന്താ അവരെന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുക, അവർക്ക് എന്തെല്ലാം ഇൻപുട്ടുകളാണ് വേണ്ടത്, അവരെന്തൊക്കെ ഔട്ട്പുട്ടുകളാണ് തരിക, ഇതൊക്കെ നിങ്ങൾ പഠിക്കും, അത് പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾ അജൈൽ മെത്തഡോളജീസിൽ വളരെ തറോ ആയിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സ്ക്രം ട്രെയിനിങ് കിട്ടും, XP കിട്ടും, ക്യാൻബാൻ, ഈ വക സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇനി ഗിറ്റ് എന്ന് പറയുന്ന നിങ്ങളുടെ സോഴ്സ് കൺട്രോൾ ടൂൾ, അതിന്റെ ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് ഒരു നല്ല ഒരു ട്രെയിനിങ്. അപ്പൊ നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫണ്ടമെന്റൽസ് ഉള്ള നല്ലൊരു പൊട്ടൻഷ്യൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയി മാറിക്കഴിഞ്ഞു ഈ സ്റ്റേജ്. അത് കഴിഞ്ഞ് ഇനി നിങ്ങൾ ആ പ്രോജക്റ്റിന്റെ റിക്വയർമെന്റ്സ് എഞ്ചിനീയറിംഗിലേക്ക് കടക്കും. അപ്പോൾ ഈ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിസ്റ്റം റിക്വയർമെന്റ്സ് എഞ്ചിനീയറിംഗ് ചെയ്യണം. അത് അജൈൽ റിക്വയർമെന്റ്സ് മോഡലിലാണ് നിങ്ങൾ ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ യൂസ് കേസ് ഡയഗ്രാംസ് ക്രിയേറ്റ് ചെയ്യും, യൂസർ സ്റ്റോറീസ് എന്താണെന്ന് പഠിക്കുകയും അത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും, അത് പ്രാക്ടീസ് ചെയ്യും. സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മൾ SRS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, അതെന്താണെന്ന് പഠിക്കുകയും അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക, അതിന്റെ ബിഹേവിയർ പഠിക്കുകയും അതിന്റെ സ്റ്റെപ്പുകളൊക്കെ മനസ്സിലാക്കി അത് ബിൽഡ് ചെയ്ത് അത് ഡെലിവർ ചെയ്യും. പിന്നെ നിങ്ങൾ അതിന്റെ ബാക്ക്ലോഗ്സിനെ നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ബാക്ക്ലോഗ് ഐറ്റംസിനെ നിങ്ങൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും, അതിനെ ഗ്രൂം ചെയ്യും, അതിനെ സെപ്പറേറ്റ് മൊഡ്യൂൾസ് ഒക്കെ ആക്കി നിങ്ങൾ മാറ്റും, അതിന് സെപ്പറേറ്റ് സ്പ്രിന്റുകളാക്കി മാറ്റും. എന്നിട്ട് നിങ്ങൾ ഒരു റിലീസ് ആൻഡ് സ്പ്രിന്റ് പ്ലാൻ ഉണ്ടാക്കുക. ഈ സിസ്റ്റം ഡെവലപ്മെന്റ് ഡെലിവർ ചെയ്യുന്നതിനുള്ള എപ്പിക്സും സ്പ്രിന്റുകളും ഒക്കെ ആയിട്ടുള്ള പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ കിടക്കുന്നത് ഈ സിസ്റ്റത്തിന്റെ സ്ക്രീൻസ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണം, UI/UX ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യണം. അതിനുവേണ്ടി UI/UX ഡിസൈൻ പ്രോസസ് പഠിക്കും, പിന്നെ ഫിഗ്മ എന്ന് പറയുന്ന ടൂളും പഠിക്കും. എന്നിട്ട് നിങ്ങൾ ഈ പ്രോജക്റ്റിന്റെ ലോ ഫിഡലിറ്റി വയർ ഫ്രെയിംസ് ഫിഗ്മ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഹൈ ഫിഡലിറ്റി, വളരെ ക്ലോസ് ടു റിയാലിറ്റി മോക്കപ്പുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും ഫിഗ്മ ഉപയോഗിച്ചിട്ട്. അപ്പൊ നിങ്ങൾ തിരക്കേടില്ലാത്ത UI/UX ഡിസൈനേഴ്സ് ആയിട്ട് മാറും. ഇനി അടുത്തത് സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നിങ്ങളാണ്. അപ്പൊ സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈൻ എന്താണെന്ന് പഠിക്കും, അതിന്റെ സ്റ്റെപ്പുകൾ എന്താണെന്ന് പഠിക്കും, അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് പഠിക്കും. അതിന്റെ ഭാഗമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ലൈക്ക് ഡൊമൈൻ മോഡലിംഗ് പഠിക്കും. അപ്പൊ ഇതിന്റെ ഒരു ഹൈ ലെവൽ ഡൊമൈൻ മോഡൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ഹൈ ലെവൽ സിസ്റ്റം ആർക്കിടെക്ചർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇതിന് വേണ്ട ടെക്നിക്സും ടൂളുകളും നിങ്ങൾ പഠിക്കും, മെന്റേഴ്സിന്റെ കൂടെ നിങ്ങൾ അത് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റിന്റെ ബേസിക്സ് പഠിക്കും. കാരണം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാമല്ലോ, അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ്, അപ്പൊ വെബ് ഡെവലപ്മെന്റിന്റെ ഫണ്ടമെന്റൽസ് പഠിക്കും. അതിന്റെ ബേസിക്സ് ആയ HTTP, HTTPS പ്രോട്ടോകോൾസ് പഠിക്കും, വെബ് സെർവേഴ്സ് എന്താണ് പഠിക്കും, വെബ് ക്ലയൻസ് എന്താണെന്ന് പഠിക്കും. പിന്നെ ഈ ബേസിക് ആയിട്ടുള്ള ഈ HTML, CSS, JavaScript ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യുക, അത് പഠിച്ച് ഡെവലപ്പ് ചെയ്യും. പിന്നെ JavaScriptഉം jQueryയും നിങ്ങൾ പഠിക്കും. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് എൻഡിൽ കുറെ ഡൈനാമിക് ആക്കും. പിന്നെ നിങ്ങൾ പോപ്പുലർ ആയിട്ടുള്ള വെബ് ഡെവലപ്മെന്റ് ഫ്രെയിംവർക്കുകളും ലൈബ്രറികളും പഠിക്കും. പിന്നെ ബൂട്ട് സ്ട്രാപ്പ് പഠിക്കും. ബൂട്ട് സ്ട്രാപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ റെസ്പോൺസീവ് വെബ് ആപ്ലിക്കേഷൻ ആയിട്ട് മാറ്റും. അപ്പൊ നിങ്ങൾ വെബ് ഡെവലപ്പറായി മാറിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ അഡ്വാൻസ്ഡ് വെബ് ഡെവലപ്മെന്റിലേക്ക് ഇറങ്ങാം. അതാണ് നിങ്ങൾ ആംഗുലാർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസിന്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് പഠിക്കും, ആംഗുലാർ എന്താണെന്ന് പഠിക്കും, ടൈപ്പ് സ്ക്രിപ്റ്റ് പഠിക്കും, അതിനകത്ത് ആംഗുലാർ കോമ്പോണൻസ് ആൻഡ് ടെംപ്ലേറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്ന് പഠിക്കും, ആംഗുലാർ റൗട്ടിംഗ് ആൻഡ് നാവിഗേഷൻ, ആംഗുലാറിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻസിനെ നാവിഗേറ്റ് ചെയ്യിപ്പിക്കുക, ഓരോ റിക്വസ്റ്റ് എങ്ങനെ റൗട്ട് ചെയ്യുക, അതൊക്കെ നിങ്ങൾ പഠിക്കും. അതുപോലെ ആംഗുലാർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ് വേണ്ടതെന്ന് പഠിക്കും. പിന്നെ ബൂട്ട് സ്ട്രാപ്പ്, ഇതിൽ നിങ്ങൾ ആംഗുലാർ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ബൂട്ട് സ്ട്രാപ്പ് തീം അപ്ലൈ ചെയ്യും. ഇതൊക്കെ ഹൈ സ്കിൽസ് ആണ്, വളരെ ഹൈ ഇൻ ഡിമാൻഡ് ആൻഡ് ഹൈലി സോട്ട് ആഫ്റ്റർ സ്കിൽസ് ആണ് നിങ്ങൾക്ക് പഠിച്ചത്. അത് കഴിഞ്ഞ് നിങ്ങൾ ആംഗുലാറിൽ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കായ ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ് നിങ്ങൾ പഠിക്കും. അത് നിങ്ങൾ കർമ്മ ആൻഡ് ജാസ്മിൻ എന്ന് പറയുന്ന 2 ഫ്രെയിംവർക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ് പഠിക്കും. അപ്പൊ നിങ്ങൾ ഓട്ടോമേറ്റഡ് ടെസ്റ്റ് കേസസ് എഴുതും. പിന്നെ സെലീനിയം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഓട്ടോമേറ്റഡ് ടെസ്റ്റ് കേസസ് എഴുതും. ഇനി API ഡിസൈൻ, അത് സ്വാഗർ ആൻഡ് ഓപ്പൺ API ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബാക്ക് എൻഡുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാഗർ ആൻഡ് ഓപ്പൺ API, അതിന്റെ അപ്പോൾ റെസ്റ്റ്ഫുൾ API ഡിസൈൻ ഫണ്ടമെന്റൽസ് പഠിക്കും. സ്വാഗർ എന്താണെന്ന് പഠിക്കും, ഓപ്പൺ API എന്താണെന്ന് പഠിക്കും. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ സിസ്റ്റത്തിന്റെ എൻഡ് പോയിന്റ്സ്, അതിന്റെ ഡാറ്റ എൻഡ് പോയിന്റ്സ് നിങ്ങൾ സ്വാഗർ ടൂളുകൾ ഉപയോഗിച്ചിട്ട് മോക്ക് സർവീസസ് ഡയഗ്രാം. ഇതാണ് നിങ്ങൾ ഫ്രണ്ട് എൻഡിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ബാക്ക് എൻഡിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ ഫ്രണ്ട് എൻഡ് പഠിച്ചു, അതിന് വേണ്ട ഒരു API ഡിസൈൻ ചെയ്തു. ഇനി ബാക്ക് എൻഡിലേക്ക് പോകും. അവിടെ വെച്ചിട്ടാണ് .NET കോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ .NET കോറിന്റെ ഫണ്ടമെന്റൽസ് പഠിച്ചു, .NET കോറിന്റെ ആർക്കിടെക്ചർ ആൻഡ് കോമ്പോണൻസ് പഠിച്ചു. ഈ ഡെവലപ്മെന്റ് എൻവയോൺമെന്റുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനും ഇതിന്റെ സ്റ്റാൻഡേർഡുകളും അതിന്റെ ബെസ്റ്റ് പ്രാക്ടീസ് ഒക്കെ പഠിച്ചു. ഇനി C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാണ്. അതിനകത്തുള്ള
അതിന്റെ ഡാറ്റ ടൈപ്സ്, വേരിയബിൾസ്, അതിന്റെ ഫണ്ടമെന്റൽസ്, മെത്തേഡ്സ്, ക്ലാസസ്, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഇൻ C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഡെലിഗേറ്റ്സ്, ഇവന്റ്സ്, ലാംഡ എക്സ്പ്രഷൻസ്, ഇവ അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഒക്കെ C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പഠിച്ചു. ഇനി നിങ്ങൾ എന്നിട്ടാണ് നിങ്ങൾ ASP.NET കോർ വെബ് ഡെവലപ്മെന്റിലേക്ക് നടക്കുന്നത്. അവിടെ എത്തുമ്പോൾ നിങ്ങൾ ASP.NET കോർ സെറ്റപ്പ് ചെയ്യാനും വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉപയോഗിച്ചിട്ട് അത് ആപ്ലിക്കേഷൻ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാനും പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും പിന്നെ ASP.NET ഉപയോഗിച്ചിട്ട് വെബ് UI എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ മനസ്സിലാവും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, ഈ റേസർ പേജസ് ഉപയോഗിച്ചിട്ട് വെബ് ടെംപ്ലേറ്റുകൾ അല്ലെങ്കിൽ വെബ് സ്ക്രീനുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് പഠിക്കും. അതിനുവേണ്ടി അതിൽ റേസർ പേജസിനകത്ത് ഒരു പേജ് മോഡൽ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്, അത് പഠിക്കും. അത് അതിന്റെ ഫണ്ടമെന്റൽ ആണ്. പിന്നെ റേസർ പേജിന്റെ സിൻഡാക്സും ഡൈനാമിക് ആയിട്ടുള്ള കണ്ടന്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ള പഠിക്കും. പിന്നെ റേസർ പേജസ് ഫിൽറ്റേഴ്സ്, റേസർ പേജ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന് ആപ്ലിക്കേഷൻസ് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് പഠിക്കും. പിന്നെ പേജുകൾ എങ്ങനെ റൗട്ടിംഗ് പഠിക്കും, ബാക്ക് ഡിസ്കവറി ആൻഡ് പ്രോസസ്സിംഗ് പഠിക്കും. പിന്നെ ഫോം സബ്മിഷൻസും ആ ഫോം സബ്മിഷൻസിന്റെ ഡാറ്റ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, വാലിഡേഷൻ എങ്ങനെ ചെയ്യും, ഇതെല്ലാം പഠിക്കും. പിന്നെ നിങ്ങൾ എങ്ങനെ ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ടും കമ്പോണൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഫ്രണ്ട് എൻഡിന്റെ എലമെന്റ്സ് റീയൂസ് ചെയ്യാം എന്നുള്ള പഠിക്കും. അപ്പൊ നമ്മൾ റേസർ പേജസ് ഇതിൽ എക്സ്പേർട്ട് ആവും. ഇനി അത് റേസർ പേജസ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് MVC. റേസർ പേജസ് ഉപയോഗിച്ചിട്ട് അതിനകത്ത് MVCയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഈ ASP.NET കോർ MVCയുടെ ഫണ്ടമെന്റൽസ് നിങ്ങൾ പഠിക്കും. അതിൽ MVC ഡിസൈൻ പാറ്റേൺ അല്ലെങ്കിൽ ആർക്കിടെക്ചർ പാറ്റേൺ എന്താണെന്ന് പഠിക്കും. അത് ASP.NET കോറിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് പഠിക്കും. ഇതിന്റെ പ്രസന്റേഷൻ ലെയർ, ബിസിനസ് ലോജിക് ലെയർ, ഇതെല്ലാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള പഠിക്കും. അങ്ങനെ നിങ്ങൾ ASP.NET കോർ MVCയിൽ മാസ്റ്റേഴ്സ് ആവും. പിന്നെ അതുപോലെ ഈ URL മാനേജ്മെന്റ്, അതുപോലെ ഫോംസ് എങ്ങനെയാണ്, വാലിഡേഷൻ എങ്ങനെയാണ് MVCയിൽ. അപ്പൊ MVCയിലെ എല്ലാ സൈഡുകളും എല്ലാ ടെക്നിക്സും നിങ്ങൾ പഠിക്കും. അത് കഴിഞ്ഞ് ASP.NET കോർ ഉപയോഗിച്ചിട്ട് വെബ് API എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ റെസ്റ്റ്ഫുൾ API എന്ന് പറഞ്ഞു, ആ റെസ്റ്റ്ഫുൾ API ബാക്കെൻഡിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ റെസ്റ്റ്ഫുൾ API ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആദ്യം പഠിക്കണം. പിന്നെ അതിൽ കൺട്രോളർ ബേസ്ഡ് API എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, വളരെ മിനിമൽ ആയിട്ടുള്ള API എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. CRUD ഓപ്പറേഷൻസ്, ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഈ ഓപ്പറേഷൻസ് ഒക്കെ വെബ് API ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം. നിങ്ങൾ ക്ലയന്റ് സൈഡിൽ നിന്ന് വരുന്ന ഇൻപുട്സിനെ എങ്ങനെ വാലിഡേറ്റ് ചെയ്യാം, എറേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ APIസിനെ എങ്ങനെ ഡോക്യുമെന്റേഷൻ ക്രിയേറ്റ് ചെയ്യാം, അതിനെങ്ങനെ വേർഷനിങ് നടത്താം, അതിനെങ്ങനെ API ഡോക്യുമെന്റേഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, സ്വാഗർ ഡോക്യുമെന്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ജനറേറ്റ് ചെയ്യാം, പോസ്റ്റ്മാൻ പോലുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ട് അതിനെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തൊക്കെ പഠിക്കും. അത് കഴിഞ്ഞ് ഡാറ്റാബേസ് കോൺസെപ്റ്റ്സിലേക്ക് കിടക്കാണ്. നിങ്ങൾ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റംസ് എന്താണെന്ന് പഠിക്കും. ബേസിക് ഡാറ്റാബേസ് കോൺസെപ്റ്റ്സും ഡാറ്റാബേസും എന്താണെന്ന് പഠിക്കും. SQL ലാംഗ്വേജ്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്ന ഡാറ്റാബേസിനെ ക്വറി ചെയ്യുന്ന ലാംഗ്വേജിന്റെ ഡീറ്റെയിൽസ്, ഫണ്ടമെന്റൽസ് പഠിക്കും. ഡേറ്റ മോഡലിംഗ് ആൻഡ് ഡിസൈൻ പഠിക്കും. നോർമലൈസേഷൻ ആൻഡ് ഡിനോർമലൈസേഷൻ ടെക്നിക്കുകൾ, അത് നമ്മുടെ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റിലെ ടെക്നിക്സ് ആണ്. നോർമലൈസേഷൻ, ഡിനോർമലൈസേഷൻ, അത് പഠിക്കും. ഇതിനകത്ത് ഇൻഡെക്സിങ്ങും ക്വറികളും, ക്വറി ഒപ്റ്റിമൈസേഷനും എങ്ങനെ ചെയ്യും, പെർഫോമൻസ് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് ഇൻഡെക്സിങ് എങ്ങനെ ചെയ്യും, അതുപോലെ മറ്റുള്ള പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സും പഠിക്കും. പിന്നെ നിങ്ങൾ റിലേഷണൽ ഡാറ്റാബേസും നോൺ റിലേഷണൽ അല്ലെങ്കിൽ NoSQL ഡാറ്റാബേസും ഒക്കെ ആയിട്ട് അങ്ങനെ അതെങ്ങനെ ഉള്ള വ്യത്യാസങ്ങൾ അതെന്താണെന്ന് പഠിക്കും. ഇനി ഡാറ്റാബേസ് ഫണ്ടമെന്റൽസ് കഴിഞ്ഞു. ഇനി ആ ഡാറ്റാബേസിലേക്ക് ഡാറ്റയെ നമുക്ക് എങ്ങനെ പെർസിസ്റ്റ് ചെയ്യാം, ഡാറ്റാബേസിൽ എങ്ങനെ ഇൻസെർട്ട് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എൻറ്റിറ്റി കോർ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഫ്രെയിംവർക്ക് പഠിക്കും, അത് പ്രാക്ടീസ് ചെയ്യും. അതിനകത്ത് മോഡൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, ഡാറ്റ കോണ്ടെക്സ്റ്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അത് ഈ റേസർ പേജസ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഈ റേസർ പേജസിൽ നിന്ന് നമുക്ക് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ പെർസിസ്റ്റൻസ് നടത്താം. പിന്നെ നമുക്ക് ഡാറ്റ എങ്ങനെ ക്വറി ചെയ്യും. പിന്നെ ASP.NET കോർ MVCയുമായിട്ട് എങ്ങനെ ES കോറിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. അതുപോലെ ലിങ്ക് എന്ന് പറയുന്ന ഒരു ടൂള് അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്വറി ചെയ്യാം, ക്വറി എങ്ങനെ ഈസി ആക്കാം. അതുപോലെ ഡാറ്റാബേസ് മൈഗ്രേഷൻ, അതായത് പുതിയ വേർഷൻസ് ഉണ്ടാകുമ്പോൾ പുതിയ ഡാറ്റാബേസ് വേർഷനിലേക്ക് എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാം, അതുപോലെ കാര്യങ്ങളെല്ലാം പഠിക്കും. ഇനി മിഡിൽ വെയർ ആൻഡ് സർവീസസ് എന്ന് പറയുന്ന ബിസിനസ് ലോജിക്കിനെയും അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള AOP ബേസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് എങ്ങനെ ഇൻജെക്ട് ചെയ്യാം, അത് പഠിക്കും. എങ്ങനെ കസ്റ്റം മിഡിൽ വെയർ ആൻഡ് സർവീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത് പഠിക്കും. ഇനി ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻ എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഫീച്ചേഴ്സിന് ഇൻജെക്ട് ചെയ്യാം. പിന്നെ ലോഗിങ്, അതായത് ഓഡിറ്റ് ലോഗിങ്, പിന്നെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, ഇവ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, എല്ലാം പഠിക്കും. ഇനി സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഓതന്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ കോൺസെപ്റ്റ്സ് പഠിക്കും. അതിനുള്ള ഫ്രെയിംവർക്കുകൾ പഠിക്കും. ഐഡന്റിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞൊരു ഫ്രെയിംവർക്ക് ഉണ്ട്,
ഈ ഫ്രെയിം വർക്ക് പഠിച്ച് ഇംപ്ലിമെന്റ് ചെയ്യും. അതുപോലെ എങ്ങനെ നമുക്ക് ഓതറൈസേഷന് വേണ്ടി പോളിസികൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ ക്ലെയിംസ്, പോളിസീസ്, റോൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം, അതൊക്കെ കമ്പൈൻ ചെയ്ത് വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ സിസ്റ്റം ഉണ്ടാക്കണം. നിങ്ങൾ ഓരോ വെബ് പേജുകളെയും ഓരോ റിസോഴ്സുകളെയും ഓരോ ആക്ഷനെയും എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം, വെബ് അറ്റാക്സിനെയും ത്രെറ്റുകളെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇവ കാര്യങ്ങളൊക്കെ പഠിക്കും. പിന്നെ എക്സ്റ്റേണൽ ഓതന്റിക്കേഷൻ പ്രൊവൈഡേഴ്സിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇതൊക്കെ പഠിക്കും. പിന്നെ ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ്, അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രണ്ട് ആൻഡ് ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ് ടൂളുകളുണ്ട്. അപ്പൊ ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റിന്റെ ഫണ്ടമെന്റൽസ് പഠിക്കും. ബാക്ക് എൻഡിലാണെങ്കിൽ മോക്ക് എന്നും എക്സ് യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള ഫ്രെയിം വർക്കുകൾ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് കേസസ് എഴുതും. അതുപോലെ ഫ്രണ്ട് എൻഡിൽ ജാസ്മിൻ, കർമ്മ പോലുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് കേസ് എഴുതും. ഇനി ഡിപ്ലോയ്മെന്റ്, അഷൂർ ക്ലൗഡിലേക്കുള്ള ഡിപ്ലോയ്മെന്റ്, അഷൂർ റിസോഴ്സസ് എങ്ങനെ സെറ്റപ്പ് ചെയ്യും, ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ കോൺഫിഗർ ചെയ്യും, ആപ്ലിക്കേഷൻസ് എങ്ങനെ ഡിപ്ലോയ് ചെയ്യും, അഷൂർ പോർട്ടൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് അഷൂർ മോണിറ്റർ ചെയ്യാം, അല്ലെങ്കിൽ അഷൂർ മോണിറ്ററിംഗ് ഉപയോഗിച്ചിട്ട് എങ്ങനെ മോണിറ്റർ ചെയ്യാം, പിന്നെ ഗിറ്റ് ഹബ് ആക്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ അഷൂർ ഡെവോപ്സ് ചെയ്യാം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്താണ് ക്ലൗഡിലെ ബെസ്റ്റ് പ്രാക്ടീസ് എന്താണ്, അപ്പൊ ക്ലൗഡ് എഞ്ചിനീയറായി മാറും അവിടെ വെച്ച്. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ ലേണിംഗും നമ്മുടെ സിലബസും കാര്യങ്ങളെല്ലാം പറഞ്ഞു. എട്രിക്സ് അക്കാഡമിയെ കുറിച്ച് 2 വാക്ക്. എട്രിക്സ് അക്കാഡമി കഴിഞ്ഞ 13 വർഷമായിട്ട് 14 വർഷത്തോളമായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിൽ പല വിധത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എട്രിക്സ് ടെക്നോളജീസ് ഇറ്റ് സെൽഫ് ഇസ് എ കമ്പനി, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പ്രോഡക്റ്റുകളും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സും, അല്ലെങ്കിൽ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് ഇവിടെ ഇൻഡസ്ട്രിയിലുള്ള ഒരു സെയിൽസ് ആൻഡ് റിച്ച് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് സ്വീറ്റ് ഉണ്ട്. പിന്നെ അതുമാതിരിയുള്ള കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ കുറച്ച് നമുക്ക് ഇന്റർനാഷണൽ ആൻഡ് ലോക്കൽ ഡൊമസ്റ്റിക് ക്ലയൻസ് ഉണ്ട്. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എട്രിക്സ് ടെക്നോളജീസ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രൊവൈഡർ ആണ്. അപ്പോൾ ഓൾറെഡി ഒരു 1200-1300ഓളം കാൻഡിഡേറ്റ്സിനെ പല വിധത്തിലുള്ള സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്ത് അവരെ വേൾഡിന്റെ പല ഭാഗത്തും എത്തി. ഇപ്പൊ അവരൊക്കെ വെൽ എംപ്ലോയിഡ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് വളരെ ഹൈ എംപ്ലോയ്മെന്റ് റേറ്റ് ആണ്, അല്ലെങ്കിൽ സക്സസ് റേറ്റ് ആണുള്ളത്. അപ്പൊ നമ്മൾ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വളരെയധികം ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് പ്രോജക്ട് ഓറിയന്റഡ് ട്രെയിനിങ് ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കൊളാബറേറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് ആണ്, അതായത് ടീം ബേസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കറന്റ്ലിയും അല്ലെങ്കിൽ ഇൻ ദ പാസ്റ്റിലും ഒരുപാട് വർഷങ്ങൾ ഇൻഡസ്ട്രിയിൽ വളരെ ക്ലൗഡ് എനേബിൾഡ് ആയിട്ടുള്ള വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോജക്ട്സ്, കട്ടിംഗ് എഡ്ജ് പ്രോജക്ട്സ് ഡെവലപ്പ് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ് ട്രെയിനേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇൻഡസ്ട്രി ടച്ചോട് കൂടി ആ എക്സ്പെർട്ടീസ് ആണ് ഈ കാൻഡിഡേറ്റ്സിന് നമ്മൾ പകർന്നു കൊടുക്കുന്നത്. പിന്നെ വളരെയധികം പല വർഷങ്ങളിലും ഉണ്ട് ഒരുപാട് ഇപ്പൊ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ വർക്ക് ചെയ്യുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള, അവിടെ കരിക്കുലം ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ബഞ്ച് ഓഫ് എക്സ്പേർട്സ് ആണ് ഇതിന്റെ കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള വളരെയധികം ഇൻഡസ്ട്രിയിൽ ഒരുപാട് വർഷങ്ങൾ 10-20 വർഷങ്ങൾക്കധികം അധികം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു എക്സ്പീരിയൻസും എക്സ്പെർട്ടീസും നോളജും എല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള കരിക്കുലമാണ് ഇപ്പൊ ഈ ട്രെയിനിങ് മൊഡ്യൂളിൽ അല്ലെങ്കിൽ ട്രെയിനിങ് ബുക്ക് ക്യാമ്പുകളിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡേ 1 മുതൽ ഈ കാൻഡിഡേറ്റ്സ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ കടന്നു വന്നിട്ടുള്ള ആൾക്കാർ ഡേ 1 മുതൽ ലീഡർഷിപ്പ് റോളുകൾ കൈകാര്യം ചെയ്യാനും ഹൈലി പ്രൊഡക്റ്റീവ് ആവാനും ഡേ 1 മുതൽ ഹൈലി പ്രൊഡക്റ്റീവ് ആവാനും സാധിക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഇതുവരെയുള്ള ഹിസ്റ്ററി നമുക്ക് വളരെയധികം പ്രോമിസിംഗ് ആണ്. നമ്മൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൂടാതെ കരിയർ സപ്പോർട്ട്, ഒരു പ്ലേസ്മെന്റ് ഓറിയന്റഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇന്റർവ്യൂ സ്കിൽസിനെ ക്രാക്ക് ചെയ്യുന്നതും ഇന്റർവ്യൂ അല്ലെങ്കിൽ ഈ ഹയറിംഗ് പ്രോസസ്സിനെ വലിയ കമ്പനികളുടെ Tier 1 കമ്പനികളുടെ ഹയറിംഗ് പ്രോസസ്സിനെ ക്രാക്ക് ചെയ്തതിന് വേണ്ടിയുള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സയന്റിഫിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള ഫോർമുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ഓറിയന്റഡ് പ്രോഗ്രാം ഈ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഈ ബുട്ട് ക്യാമ്പിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് അവൈലബിൾ ആണ്. അത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ കോഡിംഗ് ടെസ്റ്റുകൾ അതുപോലെ അതിന്റെ പ്രാക്ടീസുകൾ, പിന്നെ മോക്ക് ഇന്റർവ്യൂസ്, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, ഇന്റർവ്യൂ ട്രെയിനിങ്, അതിൽ തന്നെ ടെക്നിക്കൽ ഇന്റർവ്യൂസ്, ബിഹേവിയറൽ ഇന്റർവ്യൂസ്, ഇവയൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ നല്ല ഒരു പ്ലേസ്മെന്റ് ഓറിയന്റഡ് പ്രോഗ്രാം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൂടാതെ ഇതുവരെ നമുക്ക് 100% പ്ലേസ്മെന്റ് ഹിസ്റ്ററി ആണ് ഇതിലുള്ളത്.
ഈ എട്രിച്ച് അക്കാഡമിയിൽ പഠിച്ച് പോയിട്ടുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇപ്പോൾ Tier 1 കമ്പനികളിൽ വിവിധ രാജ്യങ്ങളിലായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള റോളുകളിൽ അവർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. അതുപോലെ ഇതിൽ ഞാനിപ്പോ ഈ പ്രോഗ്രാം ഫീ അതുപോലെ കാര്യങ്ങളെല്ലാം ഒന്നും ഇപ്പോൾ കവർ ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും ഈ ട്രെയിനിങ് പ്രോഗ്രാം ASP.NET ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ASP.NET കോർ ബൂട്ട് ക്യാമ്പ് എന്ന് പറയുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന ഏതൊരാൾക്കും ഒരുപാട് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല കമ്പനികളിലേക്ക് എത്തിച്ചേരാവുന്ന ഏത് രാജ്യങ്ങളിൽ പോയാലും ഏത് രാജ്യങ്ങളിൽ എത്തിച്ചേർന്നാലും ഏത് ഡെവലപ്പിംഗ് ഓർ ഡെവലപ്ഡ് കൺട്രീസിലേക്ക് എത്തിച്ചേർന്നാലും അവിടുത്തെ ഏറ്റവും നല്ല കമ്പനികളിലേക്ക് പ്ലേസ്ഡ് ആകാവുന്ന സെറ്റ് ഓഫ് സ്കിൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നന്നായി ഇതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. So thank you so much for watching this session. So I wish you all the best in your careers.